ഹൈ മക്കളെ, ഫർഹാൻ സാറാണ്. അപ്പോൾ നാളെ നമ്മുടെ സേ എക്സാം നടക്കാൻ വേണ്ടി പോവാണ് ഫിസിക്സിന്റെ. അപ്പോൾ സേ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എന്തായാലും ഉറപ്പായും വരും എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിരുന്നു. ഞാൻ ആദ്യമേ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, സേ എക്സാം നമ്മൾ എങ്ങനെയാണോ ബോർഡ് എക്സാമും മോഡൽ എക്സാമും എഴുതിയിട്ടുള്ളത് അതേ ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. പക്ഷെ നമുക്കതെല്ലാം കൂടെ പഠിക്കാൻ വേണ്ടി പറ്റില്ല, 100% ഉറപ്പാണ്. കൂടുതൽ പേർക്കും ന്യൂമറിക്കൽസും മറ്റു കാര്യങ്ങളൊക്കെ എന്തായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതെല്ലാം ഒഴിവാക്കിയിട്ട് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള കൂടുതൽ ഡെഫിനിഷൻസും കൂടുതൽ ഡെറിവേഷൻസും ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് സാർ നിങ്ങൾക്ക് വേണ്ടി തരാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു വീഡിയോ കണ്ടാൽ ഇതിലുള്ള കാര്യങ്ങൾ പഠിച്ചാൽ ഉറപ്പായിട്ടും ഒരു 25+ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നേടാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് സാറിന്റെ വിശ്വാസം. ഇനി അത് നേടാൻ വേണ്ടി പറ്റാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ ടീച്ചേഴ്സ് അത്രക്കും ടഫ് ആയിരിക്കണം എക്സാം എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ഇടുമ്പോൾ മാത്രമാണ് അതിൻ്റെ നിന്ന് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. കൂടുതൽ ഡെക്കറേഷൻസും കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൽ പറയുന്നില്ല. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. +2 സേ ഫിസിക്സിലെ ഫൈനൽ റിവിഷനുമാണ്, അതേപോലെ ഷുവർ ക്വസ്റ്റ്യൻസും ആണ്. ഓരോ ചാപ്റ്ററിനും മാക്സിമം ഒരു 3 ക്വസ്റ്റ്യൻസ് മാത്രമേ സാർ എന്ത് ചെയ്തിട്ടുള്ളൂ, ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൂ. എല്ലാം കൂടെ എന്ത് ചെയ്തിട്ടില്ല, ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. എല്ലാം നിങ്ങളെ എഴുതി പഠിപ്പിച്ച് തരാൻ വേണ്ടിയിട്ടാണ് സാർ ഉദ്ദേശിച്ചത്. ചിലപ്പോൾ ഒരു പാർട്ടിലായിരിക്കും വീഡിയോ തീരെ, അല്ലെങ്കിൽ 2 പാർട്ടിലേക്ക് ചിലപ്പോൾ വീഡിയോ പോകാം. മേ ബി എന്തായാലും അത് നിങ്ങൾ കണ്ടിരുന്നാൽ, ഈ ഒരു വീഡിയോസ് നിങ്ങൾ കണ്ടിരുന്നാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് നേടാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിന്റെ നോട്ട് എവിടെയാണ് കിട്ടുക? ഇതിന്റെ നോട്ട് നമ്മൾ കമന്റ് ബോക്സിൽ നമ്മളൊരു വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ചാനലിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, ഇതിന്റെ നോട്ടും കിട്ടുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവാണ്. റെഡി? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഡിഫൈൻ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്നുള്ള ചാർജിന്റെ പ്രോപ്പർട്ടിയിൽ വരുന്നതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ. അല്ലെ, എന്താണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ? ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ എഴുതേണ്ടത് എന്താന്ന് വെച്ചാൽ, ചാർജ് ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ചാർജ് ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ബേസിക് ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ചാർജ്. മൾട്ടിപ്പിൾ ഓഫ് ബേസിക് ചാർജ്. ബേസിക് ചാർജിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ടാണ് ആര് വരുന്നത്, ചാർജ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. എന്നിട്ട് അതിന്റെ കൂടെ ഇങ്ങനെ ഒരു ഇക്വേഷൻ കൊടുക്കുക, Q ഈസ് ഈക്വൽ ടു N ഇൻറ്റു ഇ. N എന്ന് പറഞ്ഞാൽ അവിടെ നമ്പർ ഓഫ് ചാർജ് ആണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇ എന്ന് പറഞ്ഞാൽ ചാർജ് ഓഫ് ഇലക്ട്രോണും ആണ്. ക്ലിയർ അല്ലേ? അതിൽ ആ എന്നിന്റെ വാല്യൂ നമ്മൾ പ്രിൻസിപ്പൽ കോൺ നമ്പർ അത് 1 2 3 4 5 എന്നുള്ള രീതിയിലാണ് വരുന്നത്. അതുപോലെ ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ 1.6 ഇൻറ്റു 10⁻⁻⁹ കൂളംബുമാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റിന് ആൻസർ ആയിട്ട് എഴുതി വെച്ചാൽ 1 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിലൂടെ നേടാൻ വേണ്ടി പറ്റും. ഇനി ഇത് വെച്ചുള്ള പ്രോബ്ലംസ് വരാറുണ്ട്. അത് നിങ്ങൾ പറ്റുകയാണെങ്കിൽ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. റെഡി അല്ലേ? അതായത് പ്രോബ്ലംസ് എളുപ്പമാണ് എന്നുള്ളതൊക്കെ തോന്നുന്നവരുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, അവരെന്ത് ചെയ്യുക, ഇതും കൂടെ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. ഇത് നിങ്ങൾക്ക് ഓക്കെ ആണ്, സെറ്റ് ആണ് എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. വാട്ട് ഈസ് ആൻ ഇലക്ട്രിക് ഡൈപോൾ? Obtain expression for the electric field intensity at a point on an axial line of an electric dipole. ഒരു ഇലക്ട്രിക് ഡൈപോളിലെ ആക്സിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡെറിവേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ A ക്വസ്റ്റ്യന് ആൻസർ ആയിട്ട് പറയാൻ വേണ്ടി പോകുന്നത് എന്താണ് ഇലക്ട്രിക് ഡൈപോൾ എന്നുള്ളതാണല്ലേ. അപ്പൊ അവിടെ നമ്മൾ ഇലക്ട്രിക് ഡൈപോളോമെന്റ് അതും കൂടെ ഞാൻ പറഞ്ഞു പോകട്ടോ. ഓക്കെ, എന്താ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ? അപ്പൊ ഇലക്ട്രിക് ഡൈപോൾ പറയുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലായി ഒരു പിക്ചർ വന്നാൽ മതി. എന്താ, ഒരു -Q ചാർജും ഒരു +Q ചാർജും ഉണ്ട്. ഇവർക്കിടയിൽ ഒരു സ്മോൾ ഡിസ്റ്റൻസ്, ഒരു 2a എന്നുള്ള ഒരു സ്മോൾ ഡിസ്റ്റൻസും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മളെ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ. ഈ പിക്ചർ നമ്മളൊരു ഡെഫിനിഷൻ ആയിട്ട് അങ്ങോട്ട് എഴുതിയാൽ മതി. ഈ പിക്ചർ എന്ത് ചെയ്താൽ മതി, ഒരു ഡെഫിനിഷൻ ആയിട്ട് എഴുതിയാൽ മതി. എന്താണ് എഴുതേണ്ടത്? 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് അല്ലെ, 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ്, ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആണ്, അതാണ് ഓപ്പോസിറ്റ്. രണ്ടിന്റെ വാല്യൂ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ഒരു സ്മോൾ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്, ഇലക്ട്രിക് ഡൈപോൾ. ഇതാണ് എന്ത്, ഇലക്ട്രിക് ഡൈപോൾ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചിരിക്കുക കേട്ടോ.
അതായത് രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അത് സെപ്പറേറ്റ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്, അതാണ് ഇലക്ട്രിക് ഡൈപോൾ. ഇനി അവിടെ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് അതും കൂടെ എന്താണെന്ന് ഞാൻ പറയുകയാണെ. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്താണെന്നും കൂടെ സാർ ഒന്ന് നോക്കട്ടെ കേട്ടോ. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്താ? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്നാൽ ഈ ഇലക്ട്രിക് ഡൈപോളിന്റെ സ്ട്രെങ്ത് ആണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ. അതായത് സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ, strength of electric dipole is called as what? Electric dipole moment. അതാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ. എന്താണ് അതിന്റെ ഇക്വേഷൻ? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് നമ്മൾ P എന്നാണ് റെപ്രസെന്റ് ചെയ്യാറുള്ളത്. That P is equal to, that is Q, ഏതെങ്കിലും ഒരു ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, that is P is equal to Q into 2a. ഇതാണ് നമുക്ക് ഈ ഒരു കേസിൽ എന്ത് ചെയ്യുന്നത് ആൻസർ ആയിട്ട് വരുന്നത്. P is equal to Q into 2a എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇതാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. ഇതിൽ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചോദിച്ചിരിക്കും കേട്ടോ. ഇനി ബി ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ദ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഓൺ ദ ആക്സിയൽ ലൈൻ ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. ഒരു ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ. ഇതിന്റെ ഒരു ആക്സിയൽ ലൈനിലല്ലേ, ഒരു ആക്സിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. ഞാൻ ഈ ഡെറിവേഷൻ ഒക്കെ ചെയ്യുമ്പോൾ മാക്സിമം ഏറ്റവും ചുരുങ്ങിയ രീതിയിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, പറയാൻ വേണ്ടി പോകുന്നുണ്ടോ. കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നും കൊടുക്കാതെ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, ഡെറിവേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നതായിരിക്കും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. റെഡിയാണ്, ഓക്കെ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. റെഡി? അങ്ങനെയാണെങ്കിൽ ആ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഡൈപോൾ ആണ്, ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിക്കണേ. അപ്പൊ ആദ്യം ഒരു -q ചാർജ് ചെയ്യാൻ ഇവിടെ കൊടുത്തു. പിന്നെ ഞാനൊരു +q ചാർജ് ചെയ്യാൻ ഇവിടെയും കൊടുത്തു. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരുന്നു? 2a ആയിരുന്നു. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2a ആയിരുന്നു. ഇനി ഇതിന്റെ ആക്സിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യുക, ഒരു ഡോട്ടഡ് ലൈൻ ആയിട്ട് ഇവിടെ ഇങ്ങോട്ടേക്ക് വരിക. ഇതാണ് നമ്മുടെ ആക്സിയൽ ലൈൻ കേട്ടോ. അപ്പൊ ആക്സിയൽ ലൈനിലുള്ള ഒരു പോയിന്റ് ആയിട്ട് ഞാൻ ഈ P എന്നുള്ള പോയിന്റ് എടുക്കുന്നു. ആ P എന്നുള്ള പോയിന്റിലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്ക്. അപ്പൊ ആ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P, ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P എന്നുള്ള പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ആരൊക്കെയാ കൊടുക്കുക? എടാ ഈ -q ചാർജ് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കും, +q ചാർജ് ഇലക്ട്രിക് ഫീൽഡ്. അതായത് -q ചാർജ് കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അത് ഇവിടെ ഈ P എന്നുള്ള പോയിന്റ് ഇവിടെ ഇങ്ങോട്ടേക്കായിരിക്കും -q ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ E എന്നല്ലേ റെപ്രസെന്റ് ചെയ്യുക. -q ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇതാ ഇവിടെ ഇങ്ങോട്ട്. അപ്പൊ E ഡ്യൂ ടു -q ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും. ഇനി +q ചാർജ് എന്താ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കും. ആ +q ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുമായിരിക്കും ഉണ്ടാവുക. അതാണ് ഇലക്ട്രിക് ഫീൽഡ് ടു +q ചാർജ് എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? അപ്പൊ അത് രണ്ടും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ മൈനസ് ചെയ്യേണ്ടി വരും. കാരണം ഒന്ന് ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും, ഒന്ന് ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും അല്ലേ. രണ്ടും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് മൈനസ് ചെയ്യണം. അപ്പൊ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P, ദാറ്റ് ഈസ് E ഈസ് ഈക്വൽ, ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് E ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു +q ചാർജ് മൈനസ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു -q ചാർജ്. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി എന്താ ഒരു Q ചാർജിൽ r ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണെന്ത്? kq/r² എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇനി ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഒരു ആളും കൂടെ ഇവിടെ മാർക്ക് ചെയ്യണം. ഈ ഇലക്ട്രിക് ഡൈപോളിന്റെ സെന്റർ പോയിന്റ് ഈ P എന്നുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, സെന്റർ പോയിന്റ് ആ P എന്നുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് അത് ഞാൻ r എന്നെടുക്കുന്നു. എന്തെടുക്കുന്നത്? r എന്നാണ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്ക്, +q നിന്ന് ഈ P എന്നുള്ള പോയിന്റിലേക്ക് ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഇത് 2a ആണെങ്കിൽ ഇതിന്റെ പകുതി a അല്ലേ. അപ്പൊ ഈ രണ്ട് ഇലക്ട്രിക് ഡൈപോൾ രണ്ട് ഭാഗത്തും a ഉണ്ടാവും. അപ്പൊ എനിക്കത് ഈ ഡിസ്റ്റൻസ് മതി. ആ ഡിസ്റ്റൻസ് കിട്ടാൻ എന്താ ചെയ്യുക? ഈ r, ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ഇത് കുറച്ചാൽ മതി. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ r-a ആണ്. r-a ആണ് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. ഇനി അതേപോലെ ഈ -q നിന്ന് P യിലേക്കുള്ള ഡിസ്റ്റൻസോ അത് ഈ r കൊണ്ട് ഈ a കൂട്ടിയാൽ മതി. അപ്പൊ ഞാൻ അത് r+a ആണ്. -q നിന്ന് എങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് P എന്നുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. ഇതാണ് നമ്മുടെ രണ്ട് കേസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിച്ചിരിക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ആ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ, അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ ആകെ നിങ്ങൾക്ക് അറിയേണ്ട എന്താ അറിയോ? E ഈസ് ഈക്വൽ ടു kq/r². എന്താ ഇതിനർത്ഥം? Q എന്നുള്ള ചാർജിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റ് ആണ് P എങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ആണ് kq/r². അപ്പൊ ആദ്യം +q കാരണം ഈ P എന്നുള്ള പോയിന്റ്, അപ്പൊ +q കാരണം kq
അതിനെ വരിക ഡിവൈഡ് ബൈ ആ ഡിസ്റ്റൻസ് എത്രയാണ്, അതാണ് ഞാൻ r മൈനസ് എ എടുത്തുള്ളത്. അപ്പൊ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് കിട്ടി E ഈസ് ഈക്വൽ ടു കെ ക്യൂ ഡിവൈഡ് ബൈ r മൈനസ് എ ഹോൾ സ്ക്വയർ മൈനസ് ഇലക്ട്രിക് ഫീൽഡ് മൈനസ് ക്യൂ ചാർജ് കാരണം അപ്പൊ അത് കെ ക്യൂ ഡിവൈഡ് ബൈ ആ ഡിസ്റ്റൻസ് എത്രയാണ് r പ്ലസ് എ ഹോൾ സ്ക്വയർ. അപ്പൊ കെ ക്യൂ ഡിവൈഡ് ബൈ r പ്ലസ് എ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ കെ ക്യൂവിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുക. അപ്പൊ കെ ക്യൂവിനെ ഞാൻ പുറത്തേക്ക് എടുത്താൽ കെ ക്യൂ ഇൻറ്റു ബാക്കി എന്താ വരുന്നത് 1/r മൈനസ് എ ഹോൾ സ്ക്വയർ മൈനസ് 1/r പ്ലസ് എ ഹോൾ സ്ക്വയർ എന്ന് എഴുതുക. ഇനി നമ്മുടെ ഫൈനൽ ആൻസർ എഴുതിയാൽ മതി. തൽക്കാലം നമ്മൾ അത്രയും മതി, കൂടുതൽ ഡെക്കറേഷനിലേക്ക് നമ്മൾ പോകണ്ട. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ എഴുതാണ്. അപ്പൊ E ഈസ് ഈക്വൽ ടു 2kp/r³. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ആക്സിയൽ ലൈനിന്റെ കേസിലാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ ആക്സിയൽ പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2kp/r³. അതിൽ പി എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. ഈ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ ഉണ്ടോ, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് വരിക. അതിന്റെ ഇക്വേഷൻ ആണ് q × 2a അല്ലെങ്കിൽ 2aq എന്ന് പറഞ്ഞാൽ. ഇതിൽ ആർക്കും ഒരു സംശയവും ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. റെഡി? അപ്പൊ ഇത്രയും മതി. ഇത്ര എഴുതിയാൽ നിങ്ങൾക്ക് ഇത് മിക്കവാറും 2 മാർക്കായിരിക്കും ചോദിക്കുക. ആ 2 മാർക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. അല്ലെങ്കിൽ മിനിമം 1.5 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇവിടുന്ന് കിട്ടും. അത് മതിയടാ നമുക്ക് എന്ത് ചെയ്യാൻ, പാസ് മാർക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. നിങ്ങൾ കൂടുതൽ മാർക്ക് കിട്ടണം എന്ന് വിചാരിച്ച് എല്ലാം കൂടെ പഠിച്ച് സമയം കളയരുത്. നമുക്ക് അറിയുന്നത് മാത്രം കൃത്യമായിട്ട് പഠിച്ചിട്ട് നല്ല മാർക്ക് നേടാൻ വേണ്ടി പഠിക്കുക. നമുക്കിപ്പോൾ ലക്ഷ്യം എന്താ? പാസ്സായിട്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ കോളേജിലേക്ക് പോകുമ്പോൾ ആ ഫ്രണ്ട്സിന്റെ കൂടെ തന്നെ കോളേജിലേക്ക് പോകണം. അത് മാത്രമായിരിക്കണം നമ്മുടെ ഇപ്പോഴുള്ള ആഗ്രഹം. വേറെ വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ആവാം. റെഡിയാണല്ലോ? അപ്പൊ ഈ ഒരു കാര്യങ്ങൾക്ക് എല്ലാവർക്കും, ഈ ഒരു ക്വസ്റ്റ്യനുകൾക്ക് എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നേ. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഹിയർ ഈസ് എ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. One can determine the direction of electric field around a stationary charge with the help of electric field lines. അല്ലെ? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഹെൽപ്പോട് കൂടിയാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമ്മൾ പറയുന്നത്. എങ്ങനെയാ? ആ ഇലക്ട്രിക് ഫീൽഡ് ലൈനിൽ ടാൻജന്റ് വരച്ചാൽ അതായിരിക്കും നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ. അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പോവാണെന്ന് വിചാരിച്ച്, അപ്പൊ ഇതിൽ ഈ ഒരു പോയിന്റ് എടുത്ത് അതിനൊരു ടാൻജന്റ് വരച്ചാൽ അതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്ലോസ് ലൂപ്പ് ഫോം ഇല്ല. ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എവിടെ നിന്ന് എങ്ങോട്ടേക്ക്? ആ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഉണ്ടാവുക. അതേപോലെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കണ്ടിന്യൂസ് ആയിരിക്കും എന്നുള്ള കാര്യം അറ്റ്ലീസ്റ്റ് ഈ 3 പോയിന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. ക്ലോസ് ലൂപ്പ് ഫോം ചെയ്യൂല, പിന്നെ നെവർ ഇന്റർസെക്ട്. 2 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇരുന്നില്ല, ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യൂല. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യൂല. 4ാമത് കണ്ടിന്യൂസ് ആണ്. ഇത്രയും കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് നമ്മൾ പഠിച്ചിരിക്കുക. എന്തുകൊണ്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്ലോസ്ഡ് ലൂപ്പ് ഫോം അല്ലെങ്കിൽ ഇന്റർസെക്ട് ചെയ്യാത്തതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഒരു പോയിന്റ്, ഇപ്പൊ ഇന്റർസെക്ട് 2 ലൈൻസ് ഇങ്ങനെയല്ലേ പോവാ, 2 ലൈൻസ് ഇപ്പൊ ഈ പോയിന്റിലാണ് അവർ ഇന്റർസെക്ട് ചെയ്തതെന്ന് വിചാരിച്ചോ. അപ്പൊ ഈ ഒരു ലൈന് പ്രകാരം ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഡയറക്ഷൻ നോക്കുമ്പോൾ അതിന് ടാൻജന്റ് ഇതായി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്. ഇനി മറ്റേ ലൈൻ നോക്കുമ്പോൾ ടാൻജന്റ് ഇതായി ഇങ്ങോട്ടേക്ക്. അപ്പൊ രണ്ട് ഡയറക്ഷൻ വന്നു. ഒരേ പോയിന്റിന് 2 ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വന്നു. അതൊരിക്കലും പോസിബിൾ അല്ല. അതുകൊണ്ടാണ് 2 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യൂല എന്നുള്ളത് നമ്മൾ പറയാനുള്ള റീസൺ കേട്ടോ. ഓക്കെ, ഇനി അങ്ങനെയെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ ടേം ഇലക്ട്രിക് ഫ്ലക്സ്? എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ്? എന്താണ് അതിന്റെ യൂണിറ്റ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ശ്രദ്ധിക്കണേ, എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ്? ഇലക്ട്രിക് ഫ്ലക്സിനെ നമ്മൾ φe എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പോലും വെറുതെ വിടരുത് കേട്ടോ. എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന കാര്യം എന്താണോ അത് അവിടെ എഴുതി വെക്കണം. ഓക്കെ അല്ലേ? അപ്പൊ എന്താ ഇലക്ട്രിക് ഫ്ലക്സി എന്ന് പറഞ്ഞാൽ? ഇലക്ട്രിക് ഫ്ലക്സി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമൽ ടു ആൻ ഏരിയ. നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് passing normal to an area. ഒരു ഏരിയക്ക്
പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ നോർമൽ ആയിട്ട് പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ അപ്പൊ ഇതാണ് ഏരിയ എന്ന് ചോദിച്ചോ. ഇതിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന പെർപെൻഡിക്കുലർ ആയിട്ട് കടന്നു പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണം ഇല്ലേ, അതാണ് നമ്മുടെ ഇലക്ട്രിക് ഫ്ലെക്സി എന്ന് പറഞ്ഞാൽ. അതിന്റെ ഇക്വേഷൻ എന്താ, ഫൈ ഇ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് എ. തൽക്കാലം ഇത്രയും മതി, ഇ ഡോട്ട് എ ആണ്. ഇ ഡോട്ട് എ നമുക്ക് വേണമെങ്കിൽ ഇതാ ഇങ്ങനെ എഴുതാം, ഇ എ കോസ് തീറ്റ എന്ന് എഴുതുന്നതിലും എന്തില്ല, തെറ്റില്ല. ഇതാണ് ഇലക്ട്രിക് ഫ്ലെക്സിന്റെ ഇക്വേഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിച്ചിരിക്കേണ്ടത്. ഇതിൽ ആർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു. ഇനി ഇതിന്റെ യൂണിറ്റും കൂടെ ചോദിച്ചിട്ടുണ്ട്. എന്തായിരിക്കും ഇതിന്റെ യൂണിറ്റ് വരിക? ഇലക്ട്രിക് ഫ്ലെക്സിന്റെ യൂണിറ്റ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് കേട്ടോ. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ പെർ കൂളംബ് ആണ്. ഏരിയ അല്ലേ, ദെൻ എ എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്. അപ്പൊ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളംബ്, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളംബ് ആണ് ആരുടെ യൂണിറ്റ് ആയിട്ട് വരുന്നത്, നമ്മുടെ ഇലക്ട്രിക് ഫ്ലെക്സിന്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഇത്രയേ ഉള്ളൂ ഇലക്ട്രിക് ഫ്ലെക്സി എന്ന് പറഞ്ഞു. ഇനി അതിൽ ബി ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. State Gauss's theorem in electrostatic and express it in mathematical form. Gauss's theorem എന്ത് ചെയ്യാൻ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. എന്താണ് ഗോസസ് തിയറം എന്നുള്ളത് പറയാനാണ് പറയുന്നത്. ഗോസസ് തിയറം ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഉണ്ട്, മാഗ്നറ്റോസ്റ്റാറ്റിക്സ് ഉണ്ട്. നമ്മളോട് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഗോസസ് തിയറം ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഗോസസ് തിയറം ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഗോസസ് തിയറം എന്താണ് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായിരിക്കും അത് വരുന്നത്? അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഗോസ് തിയറം ഒരു ക്ലോസ്ഡ് ലൂപ്പിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ്, ശ്രദ്ധിക്കണേ, ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഒരു ക്ലോസ്ഡ് ലൂപ്പ്, ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ്, ഒരു ക്ലോസ്ഡ് ലൂപ്പിലൂടെയുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഈക്വൽ, ക്ലോസ്ഡ് ലൂപ്പ് ഈസ് ഈക്വൽ ടു എന്താണ്, ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദ ടോട്ടൽ ചാർജ്, 1/ε0 ടൈംസ് ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ്, ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ്. അവിടെ എൻക്ലോസ് ചെയ്ത ടോട്ടൽ ചാർജിനെ 1/ε0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അവിടെയുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കിട്ടും. അതായത് ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ തന്നെയാണ് ഗോസസ് തിയറവും നമ്മളെ ഹെൽപ്പ് ചെയ്ത്. ദാറ്റ് ഈസ് 5E. അതല്ല ഇലക്ട്രിക് ഫ്ലക്സ് എങ്ങനെയാ പറയുന്നത്, 1/ε0 ടൈംസ് ഇൻറ്റു ടോട്ടൽ, അതായത് Q/ε0 ആയിരിക്കും നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫ്ലെക്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഏത് തിയറം പ്രകാരം, ഗോസസ് തിയറം പ്രകാരം. എന്താ ഗോസസ് തിയറം പറയുന്നത്, ഒരു ക്ലോസ്ഡ് ലൂപ്പിലൂടെയുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ അത് 1/ε0 ടൈംസ് ദ ടോട്ടൽ ചാർജ് ആണ്. ആ ക്ലോസ്ഡ് ലൂപ്പിലുള്ള ടോട്ടൽ ചാർജിനെ 1/ε0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അവിടുത്തെ എന്ത് കിട്ടും, ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കിട്ടും. എന്താ ഈ ε0 പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, അതിന്റെ വാല്യൂ എത്രയാണ്, 8.85 × 10⁻⁻12 ആണ് യൂണിറ്റ് വരിക. ന്യൂട്ടൺ, സോറി എന്താ വരുന്നത്, ഓക്കെ ഇവിടെ വെള്ളമാണ്. ഓക്കെ അപ്പൊ ഈ യൂണിറ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ കൂളംബ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആയിരിക്കും കേട്ടോ, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇത്രയും മതി. ഇനി അതിലെ സി ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്ലിക്കേഷൻ ഓഫ് ഗോസ് തിയറം 3 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ തൽക്കാലം ഇത് പറയാം, മറ്റ് 2 കൂടെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ വളരെ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. കാരണം അത്രക്കും ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് 100% ഉറപ്പായി ചോദിക്കുമെന്ന് പറയുന്ന പാർട്ടാണ് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും മിസ്സാക്കരുത് കേട്ടോ. ഓക്കെ അല്ലേ, റെഡി? ഇനി അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. കൺസിഡർ a spherical shell of radius capital R is uniformly charged with a charge plus Q. By using Gauss's theorem, find the electric field at a point P outside the spherical shell, inside the spherical shell. ഷെല്ലിന്റെ ഔട്ട്സൈഡിലും ഇൻസൈഡിലുള്ള ഇലക്ട്രിക് ഫീൽഡിലാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പൊ ഒരു ഷെല്ലാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു സ്ഫെറിക്കൽ ഷെല്ല് നമ്മൾ ആദ്യം വരയ്ക്കണം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ സ്ഫെറിക്കൽ ഷെല്ല് എന്ന് പറഞ്ഞാൽ ഇവനാണ്. ഓക്കെ, അപ്പൊ ഇവന്റെ എവിടെയാ ചാർജസ് ഉണ്ടാവുക എന്ന് പറയുക, ഇവന്റെ സർഫസിലാണ് ചാർജ് ഉണ്ടാവുക. എവിടെ ഉണ്ടാവുക, ഉള്ളിൽ ചാർജ് ഉണ്ടാകൂല. ആരുടെ കേസിൽ, നമ്മുടെ ഒരു സ്ഫെറിക്കൽ ഷെല്ലാണ് അല്ലെങ്കിൽ ചാർജിൽ കണ്ടക്ടിങ് സ്ഫിയർ ആണ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ചാർജ് എപ്പോഴും എവിടെ ഉണ്ടാവുക, പുറം ഭാഗത്താണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യാണ്, ഇതാണ് നമ്മുടെ ഇതിന്റെ റേഡിയസ് എത്രയാണ്,
ക്യാപിറ്റൽ ആർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം ഔട്ട്സൈഡിലുള്ള പോയിന്റ്, അതായത് ഇവിടെയുള്ള ചാർജ് ക്യൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ക്യൂ എന്നുള്ള ചാർജ് കാരണം ഈ ഔട്ട്സൈഡിൽ പി എന്നുള്ള ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയെന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അവിടേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ സ്മോൾ ലെറ്റർ ആർ എന്നെടുക്കുന്നു. എന്തെടുക്കുന്നു? സ്മോൾ ലെറ്റർ ആർ എന്നെടുക്കുന്നു. ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് പറഞ്ഞാൽ അതിന്റെ റേഡിയസ് ആണ്. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ നമ്മൾ ഒരു ഗോഷിയൻ സർഫസ് വരയ്ക്കണം. ആരെ വരയ്ക്കണം? ഈ പോയിന്റ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു സ്ഫിയർ വരച്ചാൽ മതി. ഓക്കെ, ഒരു സ്ഫിയർ ആണ് ഞാൻ വരയ്ക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ആ സ്ഫിയർ നിങ്ങൾ സ്ഫിയർ ഒക്കെ കൃത്യമായിട്ട് വരയ്ക്കാൻ വേണ്ടിടാ, അല്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോവേ. ഓക്കെ, അപ്പൊ ഞാൻ എന്താ ഈ ഒരു സ്ഫിയർ വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സ്ഫിയർ. അപ്പൊ ആ പോയിന്റ് ഇൻക്ലൂഡ് ആക്കിയില്ല, കാരണം ക്ലോസ്ഡ് സർഫസിൽ വരണം. ക്ലോസ്ഡ് സർഫസ് ആണോ, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സർഫസ് വരച്ചത്. അപ്പൊ ഇത് നമ്മൾ ഗോഷിയൻ സർഫസ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? ഗോഷിയൻ സർഫസ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. ഗോഷിയൻ സർഫസ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇവനെ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പി എന്നുള്ള പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയെന്നുള്ള കണ്ടുപിടിക്കണം. അപ്പൊ അതിന് രണ്ട് ഇക്വേഷൻ നമുക്ക് വേണ്ടേ. നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സിന്റെ രണ്ട് ഇക്വേഷൻ പഠിച്ചില്ലേ? ഗോസസ് ലോ പ്രകാരമുള്ള ഇക്വേഷനും അതേപോലെ തന്നെ നമ്മുടെ മറ്റേ ഫൈ ഇ ഡോട്ട് എ എന്നുള്ള ഇക്വേഷനിലെ ആ രണ്ട് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ ഫൈ ഇ ഈസ് ഈക്വൽ ഞാൻ ഇ എ എന്ന് എടുക്കുന്നു. ഇ എ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പി എന്നുള്ള പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് അല്ലേ വേണ്ടത്? അതെ സാർ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഏരിയ എന്താണ്? ഇതെന്താണ്? സ്ഫിയർ അല്ലേ? ഏരിയ എന്താ? റേഡിയസ് ആർ ആണെങ്കിൽ 4πr² ആണ്. അപ്പൊ ഇ ഇൻറ്റു 4πr². ഒന്നാമത്തെ കഴിഞ്ഞു. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ ഫൈ ഇ ഈസ് ഈക്വൽ എന്താണ്? അവിടെ Q/ε0. ഇത് രണ്ടാമത്തെ ഇക്വേഷനും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ രണ്ടിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആയിരുന്നു, നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്തൂടെ? യെസ്. അപ്പൊ ഫ്രം 1 and 2 എന്നൊക്കെ എഴുതുക കേട്ടോ. ഫ്രം 1 and 2. ഇക്വേഷൻ 1ന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ആരാ? ഇ ഇൻറ്റു 4πr². ഓക്കെ അല്ലെ? ഇ ഇൻറ്റു 4π, സോറി, ഈ ഈക്വൽ ടു എഴുതി പോയില്ലേ? ഓക്കെ, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ എഴുതാൻ വേണ്ടി പറ്റുന്നറിയോ? ഈ രണ്ട് ഇക്വേഷൻ നോക്ക്, രണ്ടില് ലെഫ്റ്റ് സെയിമാ, അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് സെയിം ആക്കാൻ പറ്റും. അപ്പൊ ഇ ഇൻറ്റു 4π ഇൻറ്റു സ്മോൾ ലെറ്റർ r² ഈസ് ഈക്വൽ ടു ഇക്വേഷൻ 2ന്റെ എന്താണ്? Q/ε0. ഈ 4πr² എന്താ ഇങ്ങോട്ടേക്ക് എടുത്താൽ എന്താ വരിക? ഇ ഈസ് ഈക്വൽ ടു Q/4πε0 ഇൻറ്റു r². ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് അത്ര ചെയ്തോളൂ. അതായത് ε0 ഞങ്ങൾ എടുത്തിട്ട് r² ഞങ്ങൾ അത്ര. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ. ചില സമയത്ത് ഈ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി ചോദിക്കും. അതെങ്ങനെയെന്നറിയോ? ഈ ക്വസ്റ്റ്യൻ അവർ മാറ്റി ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ക്യൂ എന്നുള്ളത് തന്നതിന് പകരം അവർ സിഗ്മയാണ് തന്നു പറയും. സിഗ്മ എന്ന് പറഞ്ഞാൽ സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ്. അപ്പൊ സിഗ്മയാണ് തന്നെ. സിഗ്മന്റെ ഇക്വേഷൻ Q/A ആണ്. അപ്പൊ ആ Q ഈസിക്കൽ എന്തായിട്ട് മാറും? സിഗ്മ ഇൻറ്റു എ ആയിട്ട് മാറും. അപ്പൊ ഇതിനെ നമുക്ക് ഇതാ ഇങ്ങനെ എഴുതട്ടോ. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും വരിക. അപ്പൊ നമ്മൾ ഈ Q/ε0 ഇല്ലേ എവിടെ? അത് ക്യൂക്ക് വരെ നമ്മൾ സിഗ്മ ഇൻറ്റു എ എന്ന് കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ. അപ്പൊ ഫൈ ഇ ഈസ് ഈക്വൽ നമ്മൾ എന്താ വരിക? സിഗ്മ ഇൻറ്റു A/ε0. ഇവിടെ എ എന്ന് പറഞ്ഞാൽ ചാർജ് ഉള്ളതിന്റെ ഏരിയ അത് 4π ഇൻറ്റു ക്യാപിറ്റൽ R² ആണ്. അപ്പൊ സിഗ്മ ഇൻറ്റു 4π ക്യാപിറ്റൽ R² ഡിവൈഡ് ബൈ ε0. ഇത് ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് എടുക്കട്ടെ. അപ്പൊ ഇക്വേഷൻ 3ഉം 1ഉം നോക്ക്. എന്താ? രണ്ടിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ് അല്ലെ? 2 φ ആണ്. അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ ഇക്വേറ്റ് ചെയ്താൽ ഇതിൽ 4πയും 4πയും ഒക്കെ പോയിട്ട് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത് ഇ ഈസ് ഈക്വൽ ടു സിഗ്മ/ε0 ഇൻറ്റു ക്യാപിറ്റൽ R² ഡിവൈഡ് ബൈ സ്മോൾ ലെറ്റർ r² ആയിരിക്കും. കാരണം 4πയും 4π എന്ത് ചെയ്യും? അവിടെ പോയിട്ടുണ്ടാവും. അപ്പൊ ഇതാണ് ഫൈനൽ ഇക്വേഷൻ. അപ്പൊ ഏതാണോ ക്വസ്റ്റ്യനിൽ തരുന്നത് എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. ചില സമയത്ത് ക്വസ്റ്റ്യനിൽ നമുക്ക് വരുന്നത് ഈ ക്യൂ എന്നുള്ള, ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എന്താണ്? ക്യൂ എന്നുള്ള ചാർജ് വന്നിട്ടുള്ളതാണ്. ആ ക്യൂക്ക് പകരം അവർ സിഗ്മ ആണ് എന്ന് തരും. ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു ആൻസറിലേക്ക് നമ്മൾ പോകേണ്ടത്. അപ്പൊ ഈ സമയത്ത് എന്ത് ചെയ്യുക? ഇത് ഒഴിവാക്കി, ഈ 2 സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് നേരെ നമ്മൾ ഈ രണ്ടാമത്തെ സ്റ്റെപ്പ്, ഈ 3 സ്റ്റെപ്പ് ഒഴിവാക്കുക കേട്ടോ. എന്നിട്ട് ഇതാ രണ്ടാമത്തെ സ്റ്റെപ്പ് ആയിട്ട് ഇത് എഴുതുക. എന്നിട്ട് നമ്മുടെ ഫൈനൽ ആൻസറിലേക്ക് എഴുതിയാൽ മതി. ക്ലിയർ ആണ്? ഓക്കെ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. റെഡി അല്ലേ? യെസ്. ഇനി നമുക്ക് അടുത്ത ഇത് ഈ എവിടുത്താണ്? ഔട്ട് സൈഡ് നമ്മൾ കണ്ടുപിടിച്ചില്ലേ? ഔട്ട് സൈഡ്. ഇനി ഇൻസൈഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇൻസൈഡ് നമുക്ക് വേണമെങ്കിൽ പറയാം. അതേപോലെ സർഫസ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത് ഒന്നാമത്തെ കേസ് ആണല്ലേ? ഓക്കെ, ഇത് നമ്മുടെ ഒന്നാമത്തെ കേസാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ സർഫസിൽ, ഓക്കെ സർഫസിൽ പറയുകയാണെങ്കിൽ അറ്റ് ദ സർഫസിലാണ് എന്നുണ്ടെങ്കിൽ ആ കേസിൽ ഇക്വേഷൻ വരുന്നത് ഇ ഈസ് ഈക്വൽ ടു സിഗ്മ/ε0 ആണ്. ഇനി മൂന്നാമത്തെ കേസ് എന്നാൽ ഇൻസൈഡ് ദ സർഫസ് അല്ലേ? അല്ലെ ഇൻസൈഡ് ദ സ്ഫിയർ ആണ്. സ്ഫിയറിന്റെ ഇൻസൈഡിലാണ് വരുന്നുണ്ടെങ്കിൽ അവിടെ ചാർജ് ഉണ്ടോ? ഇല്ല. Q0 ആണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡും 0 ആണ്. അപ്പൊ ഈ 3 കേസുകൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. മറ്റ് 2 കേസും കൂടെ പഠിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ
അത്രയും നല്ലത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് 100% ഉറപ്പായിട്ട് വരുന്നതായിരിക്കും. റെഡി അല്ലേ? ഓക്കെ, ഇനി നിങ്ങൾക്ക് അത് വേണം നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ സാർ എന്ത് ചെയ്യുന്നതായിരിക്കും, അതും പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. റെഡി? ഇതാണ് ഈ ഒരു കേസ് എനിക്ക് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് നിങ്ങൾക്ക് ഓക്കെ ആണ്, സെറ്റ് ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. റെഡി? അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. വാട്ട് ഈസ് എ പ്രിൻസിപ്പിൾ ഓഫ് കപ്പാസിറ്റർ? എന്താണ് കപ്പാസിറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കപ്പാസിറ്റർ, ഇപ്പൊ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് എത്തിയിട്ടോ. കപ്പാസിറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ചാർജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ചാർജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് ക്യൂ അല്ലെ ചാർജ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി. ഇതാണ് അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ നോക്ക്. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന്റെ ഡെറിവേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അത് നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, രണ്ട് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്താ, ഇങ്ങനെ പാരലൽ ആയിട്ട് രണ്ട് പ്ലേറ്റ് വരച്ചാൽ മതി. അതാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ അല്ലെ? അപ്പൊ ഇതിൽ കുറെ പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇതിൽ കുറെ എന്താണ് നെഗറ്റീവ് ചാർജ് എന്താ ഇവിടെ വരുന്നുണ്ട്. ക്ലിയർ? പോസിറ്റീവ് ചാർജ് നെഗറ്റീവ്. ഒരു ചാർജ്, ഒരു കപ്പാസിറ്റർ പ്ലേറ്റ് കംപ്ലീറ്റ്ലി പോസിറ്റീവ് ചാർജും മറ്റേ കപ്പാസിറ്റർ പ്ലേറ്റ് ഈ നെഗറ്റീവ് ചാർജും. ഈ കപ്പാസിറ്റർ പ്ലേറ്റിന്റെ ഏരിയ എ ആണ്, ഇതിന്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ ഡി ആണ്. ഓക്കെ, അപ്പൊ ഇനി കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കിട്ടണം. അതെങ്ങനെയാ? നമ്മൾ ഈ ക്യൂ ഡയറക്ട്ലി ഓപ്പോസിറ്റ് ഇക്വേഷൻ. അപ്പൊ ക്യൂ ഈക്വൽ ടു ആക്കുമ്പോൾ ഒരു കോൺസ്റ്റന്റ് വേണ്ടേ, ആ ഈക്വൽ ആകുമ്പോൾ സി ഇൻറ്റു വി. ആ സി ആണ് നമ്മൾ പറയുന്ന കപ്പാസിറ്റൻസ് പറഞ്ഞാൽ. അപ്പൊ സിയുടെ ഇക്വേഷൻ എന്തായിരിക്കും? ക്യൂ ബൈ വി അല്ലെ? ഞങ്ങൾ സീനെ ഇവിടെ വെച്ചിട്ട് വിനെ ആക്കുമ്പോൾ ക്യൂ ബൈ വി ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ചാർജും വിയും ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ ഇവിടെ സർഫസ് ചാർജ് ഡെൻസിറ്റി, അപ്പൊ ക്യൂ എന്ന് പറയുമ്പോൾ സിഗ്മ ഇൻറ്റു എ ആയിരിക്കും വരേണ്ടത് അല്ലെ? ക്യൂ എന്ന് പറയുമ്പോഴേക്കും സിഗ്മ ഇൻറ്റു എ, കാരണം സിഗ്മ ഈക്വൽ ക്യൂ ബൈ എ ആണ് സർഫസ് ചാർജ് ഡെൻസിറ്റി. അപ്പൊ ക്യൂ ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു എ ഡിവൈഡ് ബൈ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയുമ്പോൾ ഇ ഇൻറ്റു ഡി ആണ്. ഓക്കെ അല്ലേ? ഇ ഇൻറ്റു ഡി ആണ് ഇലക്ട്രിക് ഫീൽഡ്, അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസും ഇലക്ട്രിക് ഫീൽഡ് തമ്മിൽ റിലേഷൻ ആണ്. അപ്പൊ അത് വെച്ചിട്ട് ഇ ഇൻറ്റു ഡി ആണ് അവിടുത്തെ കേസിൽ വരുന്നത്. അപ്പൊ ആ ഇ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്. അപ്പോ സിഗ്മ എ ഡിവൈഡ് ബൈ സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡി. ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സിഗ്മയും ക്യാൻസൽ ചെയ്തിട്ട് ഈ എപ്സിലോൺ 0 മുകളിലേക്ക് എടുത്താൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? സി ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 എ ബൈ ഡി എന്ന് കിട്ടും. ഇതാണ് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ. ഏതിലാണെങ്കിൽ എയറിലാണെങ്കിൽ ഇക്വേഷൻ ആണ് ഇപ്പൊ പറഞ്ഞത്. ഇനി ഒരു മീഡിയത്തിലാണെങ്കിലോ, ഇഫ് മീഡിയം നിങ്ങൾ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുക, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതാ ഇത്രയും മതി കേട്ടോ, ഇതുവരെ മതി. ഇനി ഒരു കാര്യം കൂടെ ഞാൻ അവിടെ അഡീഷണൽ ആയിട്ട് പറയാണ്. ഇഫ് എ മീഡിയം ഓഫ് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് കെ ആണെങ്കിൽ, ഒരു ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് കെ ഉള്ള ഒരു മീഡിയത്തെ ഞാൻ എന്ത് ചെയ്യാണ്, ആ കപ്പാസിറ്റർ പ്ലേറ്റുകൾക്ക് ഇടയിൽ വെച്ചാൽ എന്തായിരിക്കും കപ്പാസിറ്റൻസിന് സംഭവിക്കുക? എന്താ കപ്പാസിറ്റർ സംഭവിക്കുക? സി ഈസ് ഈക്വൽ സി മീഡിയം, പുതിയ കപ്പാസിറ്റൻസ് സി ദാറ്റ് ഈസ് ഈക്വൽ കെ ഇൻറ്റു സി എയർ എന്നായിട്ട് മാറും. അത്രയേ ഉള്ളൂ, കെ ഇൻറ്റു സി എയർ എന്നായിട്ട് മാറും. അതായത് ആ നമ്മുടെ ഓൾറെഡി ഉള്ള എയറിലുള്ള കപ്പാസിറ്റൻസിനെ നമ്മൾ ഈ കെനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പുതിയ കപ്പാസിറ്റൻസ് കിട്ടും. അതാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ കപ്പാസിറ്റൻസ് നമുക്ക് എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുക, ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളൊരു ചോദ്യം സ്ഥിരമായിട്ട് വരുന്നതാണ്. ഹൗ ക്യാൻ വി ഇൻക്രീസ് ദ കപ്പാസിറ്റൻസ്? ഹൗ ക്യാൻ വി ഇൻക്രീസ് ദ കപ്പാസിറ്റൻസ്? ഈ കപ്പാസിറ്റൻസ് എങ്ങനെയാണ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റുക? അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ കെ കൂട്ടിയാൽ മതി. കണ്ടോ, കെ കൂടിയാൽ ഇത് കൂടൂല. യെസ്, കെ കൂട്ടിയാൽ മതി, കെ ഇൻക്രീസ് ആക്കുക. രണ്ടാമത് നമ്മുടെ ഈ ഇക്വേഷനിൽ നോക്കുമ്പോൾ എ കൂട്ടിയാലും സി കൂടൂല. യെസ്, ഏരിയ കൂട്ടുക, ഏരിയ എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക. മൂന്നാമത് എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഈ ഡിസ്റ്റൻസ് കുറഞ്ഞാലാണ് കപ്പാസിറ്റൻസ് കൂടുക. അപ്പൊ ഡിസ്റ്റൻസ് എന്ത് ചെയ്യുക, കുറയ്ക്കുക. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കപ്പാസിറ്റർ പ്ലേറ്റ് എന്ത് ചെയ്യുക, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കപ്പാസിറ്റർ പ്ലേറ്റ് എന്ത് ചെയ്യുക, ഡിക്രീസ് ചെയ്യുക. ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്ന പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടുത്തെ കപ്പാസിറ്റൻസ് വളരെ എളുപ്പത്തിൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത്രയാണ് ഈ ഒരു കേസിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിച്ചിരിക്കേണ്ടത് കേട്ടോ.
റെഡിയാണ്, ഓക്കെ ആണ് എന്ന് സാറ് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോയാലോ. എ കപ്പാസിറ്റർ ഈസ് എ ഡിവൈസ് വിച്ച് ക്യാൻ സ്റ്റോർ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി വിത്തിൻ ദ ഫീൽഡ് സെറ്റ് ഓഫ് ബിഹേവിയർ ഓഫ് ദ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. ഓക്കെ, അതായത് കപ്പാസിറ്റർ പ്ലേറ്റുകൾക്കിടയിൽ എന്താ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ഇവിടെ ഉണ്ടാവുക, ഇലക്ട്രിക് ഫീൽഡിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക കേട്ടോ. അതായത് നമുക്ക് കപ്പാസിറ്റർ പ്ലേറ്റുകൾക്കിടയിൽ എനർജി ഉണ്ട്, ആ എനർജി സ്റ്റോർ ചെയ്യുന്നത് അവർക്കിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിനെ ക്വസ്റ്റ്യൻ നോക്കാം. ടു കപ്പാസിറ്റേഴ്സ് ഓഫ് കപ്പാസിറ്റർ C1, രണ്ട് കപ്പാസിറ്റർ ഉണ്ട് C1 ആൻഡ് C2 കണക്ട് ചെയ്തു, സീരീസ് പിന്നെ പാരലലും കണക്ട് ചെയ്തു. ഒപ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. അങ്ങനെയാണെങ്കിൽ അവർ ടോട്ടൽ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്, സീരീസിലും പാരലലും. അപ്പൊ ആദ്യം നമുക്ക് സീരീസ് എടുക്കാം അല്ലെ. ആദ്യം നമുക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. സീരീസ് ആയിട്ട് രണ്ട് കപ്പാസിറ്റർ പ്ലേറ്റുകൾ കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ. ഒന്നാമത്തത് ഇത് ഇങ്ങനെ, രണ്ടാമത് അതിന് നേരെ ഇങ്ങനെ കണക്ട് ചെയ്താൽ ഇതാണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഈ സീരീസ് ആയിട്ട് നമ്മൾ ഒരു കപ്പാസിറ്റർ പ്ലേറ്റ് ചെയ്യാൻ ഈ ഒരു V എന്നുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനോട് കണക്ട് ചെയ്യണം. ഒന്നാമത്തെ കപ്പാസിറ്റർ C1 രണ്ടാമത്തെ കപ്പാസിറ്റർ C2 ആണ്. സീരീസിന്റെ പ്രത്യേകത എന്താ? കറണ്ട് കോൺസ്റ്റന്റ് അല്ലേ. കറണ്ട് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ എന്ത് കോൺസ്റ്റന്റ് ആയിരിക്കും? ചാർജ് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഇതിലൂടെയുള്ള Q എന്നുള്ള ചാർജ് രണ്ട് കേസിലും കോൺസ്റ്റന്റ്. ഇവിടെയും Q ആണ്, ഇവിടെയും Q ആണ്. അപ്പോ ഇവിടെ V എന്നുള്ള പൊട്ടൻഷ്യൽ കൊടുത്താൽ അതിൽ ഇവിടെ V1 എന്നുള്ള പൊട്ടൻഷ്യൽ ഇവിടെയും V2 എന്നുള്ള പൊട്ടൻഷ്യൽ ഇവിടെ വരും. അപ്പൊ ടോട്ടൽ പൊട്ടൻഷ്യൽ V എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിട്ട് മാറി? V1 ഉം V2. നമ്മൾ എങ്ങനെയാ ഈ V കണ്ടുപിടിക്കുക? നമ്മൾ Q ഈസ് ഈക്വൽ ടു CV അല്ലേ. അപ്പൊ ഈ Vനെ ഇവിടെ വെച്ചാൽ ഈ C നെ എടുത്താൽ Q/C എന്ന് വരൂലേ. അപ്പൊ V ഈസ് ഈക്വൽ ടു Q/C. അപ്പൊ ഫസ്റ്റ് Q/C. C എന്ന് പറഞ്ഞാൽ ടോട്ടൽ കപ്പാസിറ്റൻസ് അല്ലേ. അപ്പൊ സീരീസ് ആണ് ഞാൻ CSC എന്ന് എഴുതുന്നു. V1 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ടോട്ടൽ പൊട്ടൻഷ്യൽ ആണ്. അപ്പൊ അവിടുത്തെ ടോട്ടൽ ചാർജ് Q ഡിവൈഡ് ബൈ അവിടുത്തെ കപ്പാസിറ്റി. അപ്പൊ Q/C1. ഓക്കെ, ഇനി V2 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ചാർജ് ഡിവൈഡ് ബൈ ഇവിടുത്തെ കപ്പാസിറ്റി. അപ്പൊ Q/C2. ഇത്രയേ ഉള്ളൂ. ഇതിലേക്ക് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും. Q ക്യാൻസൽ ചെയ്താൽ ബാക്കി എന്താ വരിക? 1/CS ഈസ് ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 അല്ലെ. അതായത് ഇവിടെ Q പോയി Q പോയി. അപ്പൊ ഇവിടെ 1, ഇവിടെയും 1, ഇവിടെയും 1. അപ്പൊ 1/CS 1/C1 1/C2 ഇങ്ങനെ 3 ടേമുകളായിരിക്കും നമുക്ക് അവിടെ ഉണ്ടാവുക. അപ്പൊ 1/C 1/C1 പ്ലസ് 1/C2. ഇത് പ്രകാരം നമുക്ക് അവിടുത്തെ ടോട്ടൽ കപ്പാസിറ്റി സീരീസിലുള്ളത് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഓക്കെയാണ്, സെറ്റാണ് എന്ന് സാറ് വിചാരിക്കുന്നു കേട്ടോ. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ അതിൽ പാരലലും കൂടെ ഉണ്ട് അല്ലേ. പാരലലും കൂടെ നമുക്ക് പറയാം. പാരലൽ വളരെ എളുപ്പമാണ്, ഇതിനേക്കാളും എളുപ്പം. അപ്പൊ ഈ പിക്ചർ വരക്കണം ഇമ്പോർട്ടൻ്റ്, കാരണം പിക്ചർ വരച്ചാൽ തന്നെ ഞങ്ങൾക്ക് ഒരു മാർക്ക് അതിൽ കിട്ടും കേട്ടോ. പാരലായിട്ട് കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു കപ്പാസിറ്റർ ഇങ്ങനെ കണക്ട് ചെയ്യുന്നു. ഓക്കെ അല്ലേ? റെഡി? സോറി. ഓക്കെ, അടുത്ത കപ്പാസിറ്റർ ഇങ്ങനെയും കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ രണ്ട് കപ്പാസിറ്ററിനെ കണക്ട് ചെയ്താൽ ഇതാണ് പാരലൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇത് C1 ഉം ഇത് C2 ആണ്. ഇത് നമ്മൾ എന്ത് ചെയ്യുക? പുറത്തുള്ള ഒരു പൊട്ടൻഷ്യലുമായിട്ട് കണക്ട് ചെയ്യുക. ആ പൊട്ടൻഷ്യൽ എന്താണ്? V എന്നുള്ള പൊട്ടൻഷ്യൽ. പാരലലിന്റെ പ്രത്യേകത എന്താ? ചാർജ് ഡിഫറൻറ്റും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. അപ്പൊ ഈ രണ്ട് കപ്പാസിറ്ററിന് കിട്ടുന്ന പൊട്ടൻഷ്യൽ താഴെയുള്ള പൊട്ടൻഷ്യൽ V തന്നെ ആയിരിക്കും. പക്ഷെ ഇവിടെ ഈ Q എന്നുള്ള ചാർജ് ഇതിലൂടെ വന്ന് അത് ഇവിടുന്ന് സ്പ്ലിറ്റ് ആയിട്ട് Q1 ഉം Q2 ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. അപ്പൊ അത് വെച്ച് നമുക്കറിയാം ഇവിടുത്തെ Q എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിട്ട് മാറുന്നു? Q1 പ്ലസ് Q2 ആയിട്ട് മാറുന്നു. Q എന്ന് പറഞ്ഞാൽ C ഇൻറ്റു V അല്ലേ. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ Q എന്ന് പറയുമ്പോൾ ടോട്ടൽ കപ്പാസിറ്റി C പാരലൽ CP ഇൻറ്റു അവിടുത്തെ ടോട്ടൽ പൊട്ടൻഷ്യൽ V ആണ്. Q1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ എത്തുന്ന പൊട്ടൻഷ്യൽ അല്ലേ. ഓക്കെ, സോറി, ഇവിടെ എത്തുന്ന ചാർജ് അല്ലേ. അപ്പൊ അവിടുത്തെ പൊട്ടൻഷ്യൽ ഇൻറ്റു അവിടുത്തെ കപ്പാസിറ്റി C1 ഇൻറ്റു V. അതുപോലെ ഇവിടെ C2 ഇൻറ്റു V. അത്രേ ഉള്ളൂ. C1 ഇൻറ്റു V പ്ലസ് C2 ഇൻറ്റു V. ഇതിൽ ഏതൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം? V 3 കേസിലും ക്യാൻസൽ ചെയ്യാം. അപ്പൊ ബാക്കി എന്താ വരുന്നത്? CP ഈസ് ഈക്വൽ ടു C1 പ്ലസ് C2. ഇതാണ് നമ്മുടെ എന്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ടോട്ടൽ കപ്പാസിറ്റി പാരലൽ കേസിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇത് ഇങ്ങനെയല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇവിടുത്തെ പ്രോബ്ലം ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. 2-3 കപ്പാസിറ്റർ ഒക്കെ തന്നിട്ട് അവിടുത്തെ ടോട്ടൽ കപ്പാസിറ്റി എങ്ങനെയാ പാരലൽ കണ്ടുപിടിക്കാന്നാൽ ആ 3 കപ്പാസിറ്ററും ആഡ് ചെയ്താൽ മതി. ഇനി സീരീസ് ആണെങ്കിലോ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? ആ 3 കപ്പാസിറ്റർ ഈ രീതിയിൽ ആഡ് ചെയ്ത് ചെയ്യണം. അപ്പൊ എന്ത് തന്നെ ചോദിച്ചാലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇക്വേഷൻ എങ്കിലും അവിടെ എന്ത് ചെയ്യണം? എഴുതിയിരിക്കണം. അതിന് ചിലപ്പോൾ മാർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ എങ്ങനെയെങ്കിലും പാസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും? ചില ആൾക്കാർ അതിന് മാർക്ക് തരുന്നതായിരിക്കും. റെഡിയാണ്, ഓക്കെ ആണ്, സെറ്റ് ആണ് എന്ന് സാറ് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്.
മൂന്നാമത്തെ ചാപ്റ്ററിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി? എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നുള്ളതാണ് ചോദ്യം. ഡ്രിഫ്റ്റ് വെലോസിറ്റി എപ്പോഴുണ്ടാകുന്ന ഒരു കണ്ടക്ടറിൽ ഇലക്ട്രോണിന്റെ ഫ്ലോ അല്ലെ, കണ്ടക്ടറിലെ ഇലക്ട്രോണിന്റെ മൂവ്മെന്റ്, ഇലക്ട്രോണിന്റെ ഒരു കണ്ടക്ടറിലൂടെ മൂവ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ വെലോസിറ്റിയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. എപ്പോഴാണുള്ള വെലോസിറ്റിയാ? ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസില്. ദ വെലോസിറ്റി ഓഫ് ആൻ ഇലക്ട്രോൺ, എന്ത് ചെയ്തേണ്ടത്? ദ വെലോസിറ്റി ഓഫ് ആൻ ഇലക്ട്രോൺ ആണ്. ദ വെലോസിറ്റി ഓഫ് ആൻ ഇലക്ട്രോൺ വെൻ ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. വെൻ ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഒരു ഇലക്ട്രിക് ഫീൽഡിൽ പ്രസന്റ് ആവുമ്പോൾ ആ ഇലക്ട്രോണിന് കിട്ടുന്ന വെലോസിറ്റി ഉണ്ടല്ലേ, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ അതിന് കിട്ടുന്ന വെലോസിറ്റിയെ നമ്മൾ പറയുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി, ഡ്രിഫ്റ്റ് സ്പീഡ്. എന്താ ഡ്രിഫ്റ്റ് സ്പീഡിന്റെ ഇക്വേഷൻ? വി ഡി ഈസ് ഈക്വൽ ടു -EE/m ഇൻറ്റു ടോ. ഈ ഇക്വേഷൻ നിങ്ങൾ പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ഇതിന്റെ കൂടെ ഒന്ന് എഴുതി കൊടുക്കുക. റെഡി ആണെന്ന് വിചാരിക്കുന്നു. ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ നോക്ക്. റൈറ്റ് ദ ഇക്വേഷൻ കണ്ടെയ്ൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി വിത്ത് കറണ്ട്. ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യമായിട്ട് വരുന്നത്. ആ ഇക്വേഷൻ നമുക്കറിയില്ല, I = വീണ അല്ലെ? ആ ഇക്വേഷൻ പഠിച്ചാൽ മതി. ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ട്. അപ്പൊ I = VNA ആണ്. അപ്പൊ VD ഉണ്ടാവും, അതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ദാറ്റ് ഈസ് VDENA. അതാണ് വീണ എന്ന. ഡി നമ്മൾ പ്രൊനൗൺസ് ചെയ്തില്ലെങ്കിൽ വീണ എന്ന് വായിക്കാൻ പറ്റും. ഇതാണ് കറന്റും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ. ഇപ്പൊ നമുക്ക് തൽക്കാലം ഈ രീതിയിലേ പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് ഇനിയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകാൻ വേണ്ടി നിന്നാൽ നമ്മൾ എവിടെ എത്തൂല. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് ഓക്കെ ആണ്, സെറ്റ് ആണ് എന്ന് സാർ എന്ത് ചെയ്യുന്നു? വിചാരിക്കുന്നു കേട്ടോ. റെഡി. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. Kirchhoff rules are very useful for the analysis of complicated electrical circuit. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സർക്യൂട്ടിനെ സോൾവ് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് കിർച്ചോഫ് റൂൾ. സ്റ്റേറ്റ് കിർച്ചോഫ് ജംഗ്ഷൻ റൂൾ ആൻഡ് ലൂപ്പ് റൂൾ. രണ്ട് റൂളും എന്ത് ചെയ്യാണ്? പറയാനാ പറയുള്ളത്. അപ്പൊ ആദ്യം ഞാൻ എന്ത് ചെയ്യാണ്? ജംഗ്ഷൻ റൂൾ പറയാം അല്ലെ. ആൻസർ. അപ്പൊ ആൻസറിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ആൻസർ ആണ് കിർച്ചോഫ് ജംഗ്ഷൻ റൂൾ ആണ് കേട്ടോ. കിർച്ചോഫ് ജംഗ്ഷൻ റൂൾ. കിർച്ചോഫിന്റെ ഏത് റൂളാണ്? ജംഗ്ഷൻ റൂളാണ് ആദ്യം പറയാൻ പോകുന്നത്. എന്താ കിർച്ചോഫിന്റെ ജംഗ്ഷൻ റൂള് അല്ലെ കിർച്ചോഫിന്റെ കറണ്ട് റൂള് എന്നൊക്കെ പറഞ്ഞാല്, ഒരു ജംഗ്ഷൻ അല്ലെ കിർച്ചോഫിന്റെ ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ജംഗ്ഷനിലേക്ക് എത്തുന്ന ടോട്ടൽ കറണ്ട് 0 ആണ്. ദ ടോട്ടൽ കറണ്ട് അറ്റ് എ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു 0. ദ ടോട്ടൽ കറണ്ട് at a junction is equal to എന്താണ്? 0 ആണ്. ഒരു ടോട്ടൽ കറണ്ട്, ഒരു ജംഗ്ഷനിലെ ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ 0 ആണ്. അത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് സിഗ്മ I ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതി വെച്ചാൽ മതി. വേറെ ഒന്നിലേക്ക് നിങ്ങൾ പോകേണ്ട. ഇനി അടുത്തായിട്ട് കിർച്ചോഫിന്റെ വോൾട്ടേജ് ലോ വേണം അല്ലെ. കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ ആണ് ഇനി പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ കിർച്ചോഫിന്റെ സെക്കൻഡ് ലോ എന്ന് പറയാറുണ്ട്, കിർച്ചോഫിന്റെ ലൂപ്പ് റൂൾ എന്നൊക്കെ പറയുന്ന അതിലേക്കാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. നേരത്തെ ടോട്ടൽ കറണ്ട് അല്ലായിരുന്നോ 0? ഇവിടെ ടോട്ടൽ വോൾട്ടേജ് ആണ് 0. ഇവിടെ നേരത്തെ ഒരു ജംഗ്ഷൻ ആണെങ്കിൽ ഇവിടെ ഒരു ക്ലോസ്ഡ് ലൂപ്പിലൂടെയുള്ള ടോട്ടൽ വോൾട്ടേജ് 0 ആണ്. അത്രയേ ഉള്ളൂ. ദ ടോട്ടൽ വോൾട്ടേജ് ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് 0. The total voltage in a ക്ലോസ്ഡ് ലൂപ്പ്, ഒരു ക്ലോസ്ഡ് ലൂപ്പിലുള്ള ടോട്ടൽ വോൾട്ടേജ് എത്രയാണ്? 0. അത്രയും സിമ്പിൾ ഡെഫിനിഷൻ ആണ്. സിഗ്മ V ഈസ് ഈക്വൽ ടു 0. കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാം. ഡ്രോ ദ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കണം. ഒപ്റ്റെയിൻ ദ കണ്ടീഷൻ, ബാലൻസ് ചെയ്യാനുള്ള കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്ററിൽ 100% ഉറപ്പ് പറയുന്ന ഒരു ചോദ്യമാണ് കിർച്ചോഫിന്റെ കേട്ടോ. അപ്പൊ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അപ്പൊ ആദ്യം നമുക്ക് അതിന്റെ പിക്ചർ വരയ്ക്കണ്ടേ. ആദ്യം നിങ്ങൾ എങ്ങനെയാ പിക്ചർ വരയ്ക്കുക? 4 റെസിസ്റ്റർ ഇങ്ങനെ വരയ്ക്കുക. 1 2 3 4 ഇങ്ങനെ 4 റെസിസ്റ്റർ വരയ്ക്കുക. എന്നിട്ട് ഇതിന്റെ സെന്ററിലൂടെ ഒരു ഗാൽവാനോ മീറ്ററും കണക്ട് ചെയ്യുക. എന്നിട്ട് സെന്ററിലൂടെ എന്ത് ചെയ്യുക? ഒരു ഗാൽവാനോ മീറ്റർ കണക്ട് ചെയ്യുക. ഓക്കെ. എന്നിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? എക്സ്റ്റേണൽ ആയിട്ട് ഒരു സെല്ലുമായിട്ട് അവിടെ കണക്ട് ചെയ്താൽ എക്സ്റ്റേണൽ ആയിട്ട് എന്ത് ചെയ്യുക? ഒരു സെല്ലുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കണക്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഇതിൽ ആർക്കും ഒരു സംശയവും ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ പിക്ചർ ഇത്രയെങ്കിലും നിങ്ങൾ വരച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. റെഡി. അപ്പൊ ഇനി ഇതിന് പേര് കൊടുക്കേണ്ടേ? പേര് കൊടുക്കണം. ഇത് P എന്നുള്ള പേര് കൊടുക്കുന്നു, ഇത് Q എന്നുള്ള പേര് കൊടുക്കുന്നു, ഇത് R എന്നുള്ള പേര് കൊടുക്കുന്നു, ഇത് S എന്നുള്ള പേര് കൊടുക്കുന്നു.
പി ക്യു ആർ എസ് ആണ്. ഇനി ഇതിലൂടെ പോകുന്ന കറണ്ടിന്റെ ഡെഫിനിഷൻ, ഇതിലൂടെ ഐ കറണ്ട് പോകുമ്പോൾ അത് ഈ ജംഗ്ഷനിലെത്തി സ്പ്ലിറ്റ് ആവുകയെ, ഒന്ന് ഇങ്ങോട്ടേക്ക് I1, ഇങ്ങോട്ടേക്ക് I2. ഇനി I1 ഇതാ ഇവിടെ ഇങ്ങോട്ടേക്ക് പോയത്, ഇവിടെ വീണ്ടും എത്തി, ഇവിടുന്ന് വീണ്ടും എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ആവും. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് I3 ആയിട്ട് പോകുന്നു. ഇനി ഗാൽവനോമീറ്ററിലുള്ള കറണ്ട് IG-യുമായിട്ട് പോകുന്നു. ഇനി ആ കറണ്ട് I2ഉം IG-യും കൂടെ ഇതാ ഇവിടേക്ക് എത്തിയിട്ട് ഇങ്ങോട്ടേക്ക് ആരായിട്ട് പോകുന്നുണ്ട്, I4 ആയിട്ടും പോകുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഈ പിക്ചർ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, മിസ്സാക്കരുത് കേട്ടോ. ഇനി അതിലെ സി ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. എന്താ, ഇതിൽ നിന്ന് ബാലൻസിങ് കണ്ടീഷൻ ഒബ്റ്റെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ ആ ബാലൻസിങ് കണ്ടീഷൻ ഡയറക്റ്റ് ആയിട്ട് പറയാണ്. ഏറ്റവും ചുരുങ്ങിയ സ്റ്റെപ്പിലാണ് ഞാൻ പറയുന്നത്. ഇത് മാത്രം, നിങ്ങൾക്ക് അതിന് മുന്നേ നിങ്ങൾ വലിയ ഡെറിവേഷൻ പഠിച്ചിട്ടുണ്ടാവും, അതാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ ഞാൻ പറയാൻ വേണ്ടി പോകുന്ന നാളത്തെ എക്സാമിന് ഒന്നും നോക്കാത്തവർക്കുള്ള ഏറ്റവും ചുരുങ്ങിയ രീതിയിലാണ്. അപ്പൊ അപ്ലൈയിങ് കണ്ടീഷൻ വാട്ട്, ഇങ്ങനെ എഴുതുക. അപ്ലൈയിങ് കണ്ടീഷൻ, എന്ത് കണ്ടീഷൻ ആയിരുന്നത്, അപ്ലൈയിങ് കണ്ടീഷൻ ദാറ്റ് IG ഈസ് ഈക്വൽ ടു 0. IG എന്നുള്ളത് 0 ആണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, അസ്യൂം ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ സമയത്ത് നമുക്ക് എന്തായിരിക്കും ഇവിടെ കിട്ടുക, I1 ഈസ്, അതായത് P ബൈ, ഇത് ഈ ഒരു രീതിയിൽ നമുക്ക് വരിക. അതായത് ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് കേസ് വരിക. അപ്പൊ I1P പ്ലസ് IG ഈസ് ഈക്വൽ ടു I2R ആണ് വരിക അല്ലെ. അപ്പൊ I1P ഈസ് ഈക്വൽ ടു അതായത് I1ന്റെ അടുത്തുള്ള ആരാണ്, P. I1P ഈസ് ഈക്വൽ I2R എന്ന് എഴുതുക. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. I1P ഈസ് ഈക്വൽ I2R. ഇത് ഇക്വേഷൻ 1. ഇനി രണ്ടാമത് I3 ഇൻറ്റു Q ഈസ് ഈക്വൽ ടു I4 ഇൻറ്റു S. അത്രയേ ഉള്ളൂ. I3 ഇൻറ്റു Q ഈസ് ഈക്വൽ ടു I4 ഇൻറ്റു S. ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ 2 ഞാൻ ചെയ്യുകയാണെങ്കിൽ എന്താ വരിക, ഇക്വേഷൻ 1ന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് I1P ബൈ I3Q അല്ലേ. ഇക്വേഷൻ 2ന്റെ ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് ആകുമ്പോൾ I2R ഡിവൈഡ് ബൈ I4S. കണ്ടോ, ഇക്വേഷൻ 1ന്റെ ലെഫ്റ്റ് I1P ഡിവൈഡഡ് ബൈ ഇതിന്റെ ലെഫ്റ്റ് I3Q. ഇനി ഇവിടുത്തെ റൈറ്റ് I2R, ഇവിടുത്തെ റൈറ്റ് I4S. അത് രണ്ടും നമ്മൾ ചെയ്തു. ഇനി നമ്മൾ ഇവിടെ അപ്ലൈയിങ് KCL, ഓക്കെ, ഇവിടെ അപ്ലൈയിങ് KVL കേട്ടോ, അപ്ലൈയിങ് കിർച്ചോഫ് വോൾട്ടേജ് ലോ ആൻഡ് അപ്ലൈയിങ് കണ്ടീഷൻ IG ഈസ് ഈക്വൽ ടു 0. ഇനി ഇവിടെ നമ്മൾ അപ്ലൈയിങ് KCL ഇത്രയും കൂടെ നമ്മൾ എഴുതിയാൽ നല്ലതായിരുന്നു. KCL എന്ന് പറഞ്ഞാൽ എന്താ, I1 ഈസ് ഈക്വൽ ടു I3. അത് സുഖമാണ്. ഇവിടെയുള്ള ഈ രണ്ട് കറണ്ടും ഈക്വൽ ആണ്, ഇവിടെയുള്ള ഈ രണ്ട് കറണ്ടും ഈക്വൽ ആണെന്ന് എഴുതിയാൽ മതി. അപ്പൊ I1 ഈസ് ഈക്വൽ ടു I3 ആണ്, I2 ഈസ് ഈക്വൽ എന്താണ്, I4 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതാ ഇവിടുന്ന് എന്ത് പറയാൻ വേണ്ടി പറ്റും, ഇവർ രണ്ടുപേരും ഈക്വൽ. അപ്പൊ രണ്ട് ക്യാൻസൽ ആയ ബാക്കി P ബൈ Q ഈസ് ഈക്വൽ ടു R ബൈ S. അത്രയും മതി. എന്താ വരുന്നത്, P ബൈ Q ഈസ് ഈക്വൽ ടു R ബൈ S. ഇതാണ് ഇവരുടെ ബാലൻസിങ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങൾ എഴുതി വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ സാർ തരും. കാരണം നിങ്ങൾ എന്താണ്, എക്സാമിന്റെ കുട്ടികളല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ചില ടീച്ചേഴ്സ് എന്ത് ചെയ്യും, ഫുൾ മാർക്ക് തന്നെ തരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതൊരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, മിസ്സാക്കരുത് കേട്ടോ. റെഡിയാണ്, ഓക്കെ ആണ് എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, വിചാരിക്കുന്നു. കൺഫ്യൂഷൻ ഇല്ല എന്ന് ഞാൻ എന്ത് ചെയ്യാണ്, വിചാരിക്കുകയാണ്. റെഡി അല്ലേ മക്കളെ? ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ. 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിലെ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് ആംപിയർ സർക്യൂട്ടൽ ലോ. എന്താണ് ആംപിയർ സർക്യൂട്ടൽ ലോ എന്നുള്ളത് ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞത്. അത് ഡിഫൈൻ ചെയ്യുന്നത് ഞാൻ അതിന്റെ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായിരിക്കും കണക്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്. എന്താണ് ആംപിയർ സർക്യൂട്ടൽ ലോ എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ അല്ലേ? ആംപിയർ സർക്യൂട്ടൽ ലോ. ഓക്കെ, എന്താ ആംപിയർ സർക്യൂട്ടൽ ലോ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോട്ടോ. എന്തായാലും അതിന്റെ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ, ഇങ്ങനെ ചെയ്തോ, ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു μ0 ഇൻറ്റു I ആണ്. ഇതാണ് അതിന്റെ ഇക്വേഷൻ. ഇത് വെച്ചിട്ട് ഞാൻ ഡെഫിനിഷൻ പറയാൻ വേണ്ടി പോകണ്ടോ. അപ്പൊ ഈ അറ്റ്ലീസ്റ്റ് ഈ ഡെക്വേഷൻ നിങ്ങൾ പഠിച്ചിരിക്കുക. ഇന്റഗ്രൽ ഇട്ട ഒരു വട്ട ഇടുക, ദെൻ ബി ഡോട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഡോട്ട് ഡി എൽ ഈക്വൽ ടു μ0 ഇൻറ്റു I കറണ്ട്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ ചെയ്താ, ഇത് ലൈൻ L എന്ന് പറഞ്ഞാൽ ലെങ്ത് അല്ല, അപ്പൊ ലൈൻ പിന്നെന്താണ് ഇന്റഗ്രൽ. കണ്ടോ, ലൈൻ ഇന്റഗ്രൽ. ഞാൻ ഇതിനെ ശ്രദ്ധിക്കണേ, ലൈൻ ഇന്റഗ്രൽ ഓഫ് പിന്നെ ആരാ, മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ബി എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കേട്ടോ, ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇതെന്താ, പിന്നെ ഒരു ക്ലോസ് സർഫസ് ഇല്ലേ, അപ്പൊ ഓവർ എ ക്ലോസ്ഡ് സർഫസ്. എന്ത് ചെയ്താ, ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു എന്താണ്, ബാക്കി നിങ്ങൾ μ0 ടൈംസ് ദ ടോട്ടൽ കറണ്ട് അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. ഈക്വൽ ടു μ0 ടൈംസ് ദ
ടോട്ടൽ കറണ്ടിനെ mu0 ടൈംസിന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതാണ് ഇവിടുത്തെ ഡെഫിനിഷൻ ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണ്ടോ. ഇവിടെ നമ്മൾ ഡെഫിനിഷൻ എഴുതി, ദാറ്റ് ഈസ് ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു mu0 ടൈംസ് ദ ടോട്ടൽ കറന്റ്. ഇത്രയും മതി. ഇതാണ് എന്ത് ആംപിയർ സർക്യൂട്ടൽ ലോ എന്ന് പറഞ്ഞാൽ. ഒരിക്കൽ നിങ്ങൾ മിസ്സാക്കരുത് കേട്ടോ. ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ, ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം എ ലോങ് സ്ട്രെയിറ്റ് വയർ ക്യാരിയിങ് കറന്റ് ഐ. അങ്ങനെയാണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് വയർ ഉള്ള ആ ആംപിയർ സർക്യൂട്ടിൽ ശരിക്കും രണ്ട് അപ്ലിക്കേഷനാണ്. ഒന്ന് സോളിനോയിഡും, ഫസ്റ്റ് സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടറും, രണ്ടാമത് സോളിനോയിഡും. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ സോളിനോയിഡിന്റെ കേസ് ഞാൻ തൽക്കാലം ഇവിടെ സ്കിപ്പ് ചെയ്യാണ്, പറ്റുകയാണെങ്കിൽ പഠിച്ചോ. ഇനി എങ്ങനെയാണെങ്കിൽ അതിൽ നമ്മൾ കറണ്ട് ക്യാരി കണ്ടക്ടറിന്റെ കേസ് എടുക്കുക. ഇങ്ങനെ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുക. അതിന് ചുറ്റും ഒരു R ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യാണ്. ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യുക, ആംപിയർ സർക്യൂട്ടൽ തിയർ ചെയ്ത. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് ഇങ്ങനെയൊക്കെ എഴുതുക കേട്ടോ, ഫ്രം ആംപിയർ സർക്യൂട്ടൽ തിയറം അങ്ങനെയൊക്കെ എഴുതുക, മാർക്ക് കിട്ടൂടാ. അത് ഒന്നും അറിയില്ലെങ്കിൽ ഈ ചിത്രമൊക്കെ വരച്ചിട്ട് ഫ്രം ആംപിയർ സർക്യൂട്ടൽ തിയറം എന്നൊക്കെ എഴുതുക. സെറ്റ് അല്ലേ, ഫ്രം ആംപിയർ സർക്യൂട്ട്. കാരണം എന്താ, ആ തിയറം നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്റഗ്രൽ B.dl ഈസ് ഈക്വൽ ടു mu0 × I ആണ്. ക്ലിയർ. ഇനി ഇതിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ DL ഇങ്ങനെ കുറെ കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ ഇതിന്റെ പെരിമീറ്റർ നമ്മൾ ആരെ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി, DL-നെ. അപ്പൊ B ഇന്റഗ്രൽ DL ഈസ് ഈക്വൽ ടു mu0 I. ഇതിലൂടെ I കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ക്ലിയർ അല്ലേ. ഇന്റഗ്രൽ DL എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടോട്ടൽ ലെങ്ത് ആണ്. ഈ സർക്കിളിന്റെ ടോട്ടൽ ലെങ്ത് ആണ് വരിക. അപ്പൊ ടോട്ടൽ ലെങ്ത് പറഞ്ഞാൽ സർക്കിളിന്റെ പെരിമീറ്റർ അല്ലേ, സർക്കംഫറൻസ് അല്ലേ. അതെങ്ങനെ കണ്ടുപിടിക്കുക, റേഡിയസ് R ആണെങ്കിൽ 2πr. കണ്ടോ, അപ്പൊ കഴിഞ്ഞു. അപ്പൊ B × 2πr ഈസ് ഈക്വൽ ടു mu0 × I ആണ്. ഈ 2πr ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്താൽ എന്ത് വന്നു, B ഈസ് ഈക്വൽ ടു mu0 I ഡിവൈഡഡ് ബൈ 2πr. ഇതാണ് ഇവിടുത്തെ എന്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ. വളരെ എളുപ്പത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു സംശയം നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ വരരുത്. ഇത് ഉറപ്പായി മാക്സിമം ചോദിക്കാൻ സോളിനോഡിനെക്കാളും ചോദിക്കാൻ ചാൻസ് ഇത് തന്നെയാണ്. സോളിനോഡ് വളരെ എളുപ്പമാണ് കേട്ടോ, വളരെ എളുപ്പമാണ് സോളിനോഡ്. അതിൽ സോളിനോഡ് കേസിൽ നിങ്ങൾ ആരെ മാത്രം ഇന്റഗ്രൽ B.dl mu0 ni എന്ന് എടുക്കണം, അത്രേ ഉള്ളൂ. mu0 n × I എന്ന് നിങ്ങൾ എടുക്കണം. അപ്പൊ ആ mu0 n ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിന്റെ ഡെഫിനേഷൻ മാത്രം പറഞ്ഞു കേട്ടോ. സോളിനോഡിന്റെ കേസിലാണെങ്കിൽ വളരെ എളുപ്പത്തിലുള്ള ഡെഫിനേഷൻ, വെറും 2 സ്റ്റെപ്പിലായ ഡെഫിനേഷൻ ഡെറിവേഷൻ പറയൂ കേട്ടോ. ഓക്കെ അല്ലേ. സോളിനോയിഡിന്റെ കേസിൽ ഇങ്ങനെ എന്ത് ചെയ്യുക, ആദ്യം ഒരു സോളിനോയിഡ് ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഇത് പറയാൻ പറ്റില്ല ശരിക്കും, കാരണം എന്താ വെച്ചാൽ ഇത് നമ്മളെ ക്വസ്റ്റ്യൻ ഇല്ലാത്തതാ. ഓക്കെ, ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൽ ABCD എന്ന് വർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ എന്ത് മാത്രം മതി, ഇന്റഗ്രൽ A to B B.dl ഈസ് ഈക്വൽ ടു mu0 ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് n ആണ്, ആ mu0 n × I. അത്രയേ ഉള്ളൂ. ഇനി ഇന്റഗ്രൽ ഇതിലിവിടെ നമ്മൾ എന്ത് ചെയ്യുക, B × ഇന്റഗ്രൽ DL A to B മാത്രമായി, ബാക്കിയുള്ളൊക്കെ 0 ആണ്, mu0 n. ഇനി ഇന്റഗ്രൽ DL തന്നെ ഇവിടുത്തെ ടോട്ടൽ ലെങ്ത് അല്ലേ, അപ്പൊ ഇതിന്റെ ടോട്ടൽ ലെങ്ത് നമ്മൾ L എടുക്കുക. അപ്പൊ B × L ഈസ് ഈക്വൽ ടു mu0 n × I. ഇനി L-നെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്താൽ എന്ത് വരും, B ഈസ് ഈക്വൽ ടു mu0 ni/L എന്ന് വരും. ഇതിൽ ഈ n/L എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഈ ടേം ഉണ്ടല്ലോ n ഡിവൈഡ് ബൈ L, അത് സ്മോൾ ലെറ്റർ n ആണ് വരുന്നത്. അപ്പൊ നമ്മുടെ B ഈസ് ഈക്വൽ ടു mu0 n × I. ഇതാണ് നമ്മുടെ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ. എവിടെ, ഒരു സോളിനോഡിന്റെ ഉള്ളിലൂടെ മാത്രമേ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുള്ളൂ കേട്ടോ. സോളിനോഡിന്റെ ഏതിലൂടെ മാത്രമേ ഉള്ളൂ, ഉള്ളിലൂടെ മാത്രമേ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുകയുള്ളൂ. ആ കാര്യം കൂടെ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കാം. ഇത് ഞങ്ങൾക്ക് ഓക്കെയാണ്, സെറ്റാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെയാണെങ്കിൽ അതിലെ ആ ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞല്ലോ, എയും ബിയും നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ സെയിം ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നല്ല 2 എണ്ണം ഉറപ്പായിട്ട് എന്ത് ചെയ്യും, നിങ്ങളുടെ എക്സാമിന് ചോദിച്ചിരിക്കും. അത് ഉറപ്പാണ്. നല്ല ഒരു 5-6 മാർക്ക് ഈ ചാപ്റ്റർ പഠിച്ചാൽ മാർക്ക് നേടാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ ആ കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യരുത്, സംശയം ഉണ്ടാകരുത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ്. ഹിയർ ഈസ് ദ ക്വസ്റ്റ്യൻ. The relation between magnetic field and current is given by Biot-Savart's law. Biot-Savart's law ആണ് മാഗ്നറ്റിക് ഫീൽഡും കറണ്ടും നമ്മളെ റിലേഷൻ പറയുന്നത്. Illustrate Biot-Savart's law with the necessary figure. ഓക്കെ, അപ്പൊ Biot-Savart's law വരച്ചിട്ട് അതിന്റെ ഡെഫിനിഷൻ എഴുതാനാണ് പറയുന്നത്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഡെഫിനിഷൻ കേട്ടോ. ഓക്കെ, അപ്പൊ അതിലേക്ക് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം നമ്മളൊരു ഫിഗർ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക, ഇങ്ങനെ വരച്ചാൽ എന്നിട്ട് ഇവിടെ ഒരു P എന്നുള്ളൊരു പോയിന്റ് കൺസിഡർ ചെയ്യുക. ഈ P എന്നുള്ള പോയിന്റിലേക്ക് ഇവിടെ നിങ്ങളുടെ ഡിസ്റ്റൻസ് R ആണെന്ന് മാർക്ക് ചെയ്യുക. ഇതിലൂടെ പോകുന്ന കറണ്ട് I ആണെന്ന് കൊടുക്കുക. ഇവിടെ ഒരു ചെറിയൊരു ലെങ്ത് എലമെന്റ് DL കൊടുക്കുക. അതായത് ഇത്രയും മതി.
ഇത്രയും മതി നമ്മുടെ ഫിഗർ എന്ന് പറഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാകരുത്. ക്ലിയർ അല്ലേ? എന്നിട്ട് ബയോസ് അവാർഡ്സിൽ എന്താണെന്ന് എഴുതണം. അപ്പൊ എഴുതുന്നതിന് മുന്നേ ഞാൻ അതിന്റെ ഡെഫിനേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പറഞ്ഞുതരാം. എങ്ങനെയാണ്? അതായത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി, സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ് ആണ് പി എന്നുള്ള പോയിന്റ്. ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറന്റ് ആൻഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ് ഡി എൽ ലെങ്ത് എലമെന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ. ഈ തീറ്റ എന്ന് പറഞ്ഞാൽ ഈ ഡി എല്ലും ആറും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആരാണ്? ആർ സ്ക്വയർ. അതായത് ഈ ലെങ്ത് എലമെന്റിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ആർ. ആർ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആണ്. ഇത് നമ്മൾ എന്ത് ചെയ്യാണ്? സെറ്റ് ആയിട്ട് ഒരു ഒറ്റ ടേമിലായിട്ട് എഴുതുകയാണെങ്കിൽ അതാണ് നമ്മുടെ ബയോസ് അവാർഡ്സിലോ. അതായത് ഈ 4 കൂടെ ഒരു സെന്റൻസ് ആക്കി പറഞ്ഞാൽ അതാ ബയോസ് അവാർഡ്സിലോ. അപ്പൊ ഇക്വേഷൻ പറഞ്ഞ ശേഷം ഡെഫിനേഷൻ നിങ്ങൾക്ക് എഴുതി തരുന്നതായിരിക്കും കേട്ടോ. ഇവിടെ നോക്കിയോ, ഡി ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ആര്? ഐ ഡി എൽ. ഐക്കും ഡി എല്ലിനും സൈൻ തീറ്റക്കും ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ്. ഇനി പ്രൊപ്പോർഷണൽ ഒഴിവാക്കി ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്തോ, ദാറ്റ് ഈസ് ഈക്വൽ ടു ആകുമ്പോൾ ഒരു കോൺസ്റ്റന്റ്. അപ്പൊ ആ കോൺസ്റ്റന്റ് ആണ് μ0/4π ഇൻറ്റു ഐ ഡി എൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ. ഇത്രയും മതി. ഇതാണ് ഇവിടുത്തെ എന്തിന്റെ ഇക്വേഷന്? മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ബയോസ് അവാർഡ്സിലോട് പഠിക്കുന്നത്. ഇനി ആ ഡെഫിനിഷൻ ഇതൊന്ന് ഡെഫിനിഷൻ ആക്കി എഴുതണ്ടേ? ഞാൻ അടുത്ത പേജിൽ അത് ഡെഫിനിഷൻ ആക്കി നിങ്ങൾക്ക് എഴുതി തരുന്നതായിരിക്കും. നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ മതിയാണ്. പഠിപ്പിച്ചിട്ടേ സാറും അടങ്ങുള്ളൂ. ആ ടെൻഷൻ നിങ്ങൾക്ക് വേണം. അതായത് ഞാനിത് മാക്സിമം ഉദ്ദേശിക്കുന്നത് 2 മണിക്കൂറാണ് കേട്ടോ. അതായത് ഫസ്റ്റ് പാർട്ടിൽ ഏകദേശം 1 മണിക്കൂർ ഒരു വീഡിയോയും സെക്കൻഡ് പാർട്ട് ഞാൻ 1 മണിക്കൂർ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഈ 2 മണിക്കൂർ നിങ്ങൾ സെറ്റ് ആക്കിയോ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാൻ വേണ്ടി പറ്റും കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യും. μ0/4π ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ. ഈ ഡെഫിനിഷൻ ചെയ്താൻ വേണ്ടി പോവാണ്. അതായത് ഈ പി എന്നുള്ള പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ? അപ്പൊ അങ്ങനെ പറയാണ്, ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി, ദ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങനെ ഇതാ, ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി എന്നുള്ള പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർക്കൊക്കെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർക്ക് പ്രൊപ്പോർഷണൽ? ഒന്നാമത് ആരാണ്? കറന്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറന്റ് ബാക്കിൽ ഐ എന്ന് എടുക്കുക. പിന്നെ കോമ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആരാണ്? ഡി എൽ ലെങ്ത് എലമെന്റ് എന്നാണ് പറയാം. അതിന് ലെങ്ത് എലമെന്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്നിട്ട് അതിന്റെ ബ്രാക്കറ്റിൽ ഡി എൽ എന്ന് എഴുതുക. ആൻഡ് സൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ സൈൻ തീറ്റ അല്ലേ? അപ്പൊ സൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ആരൊക്കെയാണ്? സൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ഡി എൽ ആൻഡ് ആറ്. ഡി എല്ലും ആറും തമ്മിലുള്ള ആംഗിൾ ആണ്. അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊപ്പോർഷണൽ ആണ് ആർക്ക്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലെങ്ത് എലമെന്റ് ആൻഡ് പോയിന്റ്. ഓക്കെ, സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഫ്രം ലെങ്ത് എലമെന്റിൽ നിന്ന് ആ പോയിന്റിൽ പി എന്നുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഫ്രം ലെങ്ത് എലമെന്റ് ടു ദ പോയിന്റ് പി ടു ദ പോയിന്റ്. ഇതാണ് നമ്മുടെ ബയോസ് അവാർഡ്സിലൂടെ ഡെഫിനിഷൻ. കണ്ടോ? അപ്പൊ ഈ സാധനങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഈ ഒരു ഡെഫിനിഷൻ വളരെ എളുപ്പത്തിൽ നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ നമ്മൾ പഠിച്ചാൽ നമുക്ക് ഈ എക്സാം നാളത്തെ എളുപ്പമായിരിക്കും. എല്ലാം കൂടെ കാണാതെ പഠിക്കാതെ എന്നാൽ നമ്മൾ എന്ത് ചെയ്യില്ല, പഠിച്ച് തീരൂല എന്നുള്ള ഞാൻ എന്താണ് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അത് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, മിസ്സാക്കരുത്. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, പഠിച്ച് തീരാത്ത അവസ്ഥയിലേക്ക് എത്തരുത്. ഉറപ്പായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. റെഡി? ഇനി അങ്ങനെയാണെങ്കിൽ ഇതിൽ സി ക്വസ്റ്റ്യൻ നോക്കാം. അല്ല, ബി ക്വസ്റ്റ്യൻ. ഗിവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിസ് ഓഫ് എ സർക്കുലാർ കറന്റ് ലൂപ്പ്. ഒരു സർക്കുലാർ കറന്റ് ലൂപ്പിന്റെ അതിന്റെ ആക്സിസിലൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡെറിവേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഭയങ്കര ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ ആണ് ആക്സിസ് ഓഫ് എ സർക്കുലാർ കോയിൽ. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സർക്കുലാർ കോയിൽ ഇത് ഇവിടെ വരയ്ക്കുക. ഓക്കെ, ഇതാണ് സർക്കുലർ. ഇതിന്റെ ആക്സിസ് ഇതാണ് ആക്സിസ്. അപ്പൊ ഇവിടെയാണ് ആ പി എന്നുള്ള പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ആ പി എന്നുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് നിങ്ങൾ എക്സ് എന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതിന്റെ റേഡിയസ് ഉണ്ടാവുമല്ലോ, ഈ സർക്കിളിന്റെ റേഡിയസ് എ എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ഒരു ചെറിയ ലെങ്ത് എലമെന്റ് ഇതാ ഇവിടെ കൺസിഡർ ചെയ്യുക, ഡി എൽ എന്നുള്ള ലെങ്ത് എലമെന്റ്. ആ ഡി എൽ എന്ന് ഈ പി എന്നുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് നിങ്ങൾ ആർ
ആർ എന്നും മാർക്ക് ചെയ്യുക. എന്താ മാർക്ക് ചെയ്യേണ്ടത്? ആർ എന്നും മാർക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ അടുത്തായിട്ട് ചെയ്യേണ്ടത്, അപ്പൊ ഈ ഡി എൽ എലമെന്റ്, ഈ കറണ്ട് എലമെന്റ് കാരണം ഇവിടെ എന്തുണ്ടാവും? പി എന്നുള്ള പോയിന്റിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഇതിൽ കറണ്ട് ഐ ആണെന്ന് മാർക്ക് ചെയ്യേണ്ടത്. ആ കറണ്ട് ഡയറക്ഷൻ വരച്ചു കൊടുക്കുക. ഇവിടെ ഇങ്ങോട്ടേക്കാണ് ആ കറണ്ട് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്. അതായത് ഇവൻ കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. അതിന് നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കുക. ഒന്നതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും, ഒന്നതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും. എന്നിട്ട് ഈ ആംഗിൾ തീറ്റ അല്ല ഫൈ മാർക്ക് ചെയ്തു. ഈ ആംഗിൾ ഫൈ എന്ന് മാർക്ക് ചെയ്തോ. ഈ ആംഗിൾ നമ്മൾ ഫൈ ആയിരിക്കും. ഓക്കെ അല്ലേ? അതായത് ഈ ആംഗിൾ ഫൈ ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? ഫൈ ആയിരിക്കും. അപ്പൊ ഇതെന്തായിരിക്കും? ഫൈയുടെ അടുത്തുള്ള ടേം ഏതാ? ഡി ബി കോസ് ഫൈ ആണ് അല്ലെ? ഇവിടെ ഉള്ള ഡി ബിന്റെ കോസ് ഫൈ ആണ്. ഈ ഫൈന്റെ എവയുള്ളത് ഡി ബി സൈൻ ഫൈ. അപ്പൊ ആ ഡി ബി സൈൻ ഫൈ ഒക്കെ അവിടെ ക്യാൻസൽ ആയി പോകും. നമുക്ക് അവിടുത്തെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ അങ്ങനെ എഴുതിക്കോളൂ. ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പി. പി എന്നുള്ള പോയിന്റിലെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ബി ഈസ് ഈക്വൽ ടു ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ആരെ? ഡി ബി കോസ് ഫൈ കേട്ടോ. ഡി ബി കോസ് ഫൈനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഡി ബി എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ കിട്ടിയില്ലേ? അത് ഈക്വേഷൻ തന്നെ. μ0/4π ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ. അതിൽ സൈൻ തീറ്റ ആവശ്യമില്ല. എന്ത് മാത്രം മതി? μ0/4π അത്രേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ പഠിച്ചു വെക്കുക തൽക്കാലം കേട്ടോ. നമ്മൾ കൂടുതൽ ഡെക്കറേഷനിലേക്ക് നമുക്ക് പഠിക്കാൻ വേണ്ടി പോയാൽ അത് നമ്മൾ ബാധിക്കും. ഓക്കെ, കാരണം എനിക്ക് അറിയാത്തതുകൊണ്ടല്ല, ഞാൻ നിങ്ങൾ എങ്ങനെയെങ്കിലും പാസ്സായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ആ രീതിയിൽ ക്ലാസ് എടുക്കുന്നത് കേട്ടോ. നമ്മുടെ ബാച്ചിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? പക്ഷെ അവസാനത്തെ സമയത്ത് നമുക്ക് ഇത് എങ്ങനെയാ പഠിച്ചു വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്റഗ്രൽ ഡി ബി എന്ന് പറഞ്ഞാൽ എന്താണ്? μ0/4π ഐഡിയൽ സൈൻ തീറ്റ വേണ്ട ബൈ ആർ സ്ക്വയർ ഇൻറ്റു കോസ് ഫൈ. കോസ് ഫൈ ആ വരുന്നത്. ഈ കോസ് ഫൈ എന്ന് പറയുന്നത് ഇത് കോസ് ഫൈ, അത് നമ്മൾ എഴുതാണ്. കോസ് ഫൈ എന്ന് പറഞ്ഞാൽ ആരാണ്? നിങ്ങൾ സൈഡിൽ എഴുതുക. കോസ് ഫൈ ആണ് അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? അപ്പൊ അഡ്ജസന്റ് എ ആണ്, എ ബൈ ആർ ആണ്. അപ്പൊ അതും കൂടി നമ്മുടെ എഴുതാണ് എ ബൈ ആർ. ഓക്കെ അല്ലെ? കോസ് ഫൈ വരെ ഞാൻ എ ബൈ ആർ എടുക്കുന്നു. ഇതിൽ ഏതൊക്കെ കോൺസ്റ്റന്റ് എനിക്ക് പുറത്തേക്ക് എടുക്കാൻ അറിയോ? μ0/4π പുറത്തേക്ക് എടുക്കാം. ദെൻ ഐ പുറത്തേക്ക് എടുക്കാം. പിന്നെ ഈ ആർ സ്ക്വയറും ആറും ആർ ക്യൂബ് അല്ലേ? അതിനെയും പുറത്തേക്ക് എടുക്കാം. ഐ ബൈ ആർ ക്യൂബ്. പിന്നെ എനെയും പുറത്തേക്ക്. ആരെ മാത്രം ഇന്റഗ്രലിന്റെ ഉള്ളിൽ മതി? ഡി എൽ മാത്രം ഇന്റഗ്രലിന്റെ ഉള്ളിൽ മതി കേട്ടോ. ഇനി ഇതിൽ ഈ ആർ ക്യൂബ് എന്താണ്? ഇന്റഗ്രൽ ഡി എൽ എന്ന ഈ രണ്ടാൾക്കാരെ മതി. അപ്പൊ ഈ കോസ് ഫൈ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കോസ് ഫൈ എന്ന് പറഞ്ഞാൽ എ ബൈ ആർ അല്ലേ? എ ബൈ ആർ ആണ്. ഇതിൽ ആർ എന്താന്നുള്ള അല്ലെ? ആർ ഇപ്പൊ നമ്മള് ഇത് പൈതഗോറസ് ട്രയാങ്കിൾ അല്ലേ? അപ്പൊ ഇതല്ലേ ഹൈപ്പോട്ടന്യൂസ് ആർ. ആർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ? അപ്പൊ നമ്മൾ ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് ആണ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആയിരിക്കും. ഈ റൂട്ടിന് വരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? റേസ് ടു 1/2 രണ്ടിനും ഒരേ മീനിങ് ആണ്. രണ്ടിനും ഒരേ മീനിങ്. അപ്പൊ നമുക്ക് ഇവിടെ ഇതായി കിട്ടി. പക്ഷെ നമുക്ക് ഇവിടെ ആറാണോ വേണ്ടല്ല, ആർ ക്യൂബ് ആണല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ആറ് നമുക്ക് കിട്ടി, അതിനെ ക്യൂബ് ചെയ്താൽ മതി. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റേസ് ടു 1/2 അല്ലേ? 1/2 ഇൻറ്റു 3 അതാണ് ചെയ്യേണ്ടത്. ക്യൂബ് എടുക്കുക. അപ്പൊ 3/2 എന്ന് വരും. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതേപോലെ ഇന്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ ഈ ഡി എൽ ഈ സർക്കിളിനല്ലേ? അപ്പൊ അതിന്റെ പെരിമീറ്റർ എന്തായിരിക്കും? റേഡിയസ് എ ആണെങ്കിൽ 2π a ആയിരിക്കും ഇന്റഗ്രൽ ഡി എൽ. അത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മുടെ ആൻസർ കിട്ടി. ദാറ്റ് ഈസ് ബി ഈസ് ഈക്വൽ ടു μ0 ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു ആർ ക്യൂബിന് വരാൻ എന്ത് ചെയ്യുന്നു? എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റേസ് ടു 3/2 ഇൻറ്റു ഇന്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? 2π a ആണ്. ക്ലിയർ? ഇതിലേക്ക് കട്ട് ചെയ്യാം. പൈ കട്ട് ചെയ്യാം. 4ഉം 2ഉം കട്ട് ചെയ്താൽ 2 എന്ന് വരും. അപ്പൊ നമ്മളെ ഫൈനൽ ആൻസറിലേക്ക് നമ്മൾ എത്തുകയാണ്. ബി ഈസ് ഈക്വൽ ടു μ0 മുകളിൽ പിന്നെ ആരുണ്ട്? ഇവിടെ ഒരു എ ഉണ്ട്, ഇവിടെ ഒരു എ ഉണ്ട്. അപ്പൊ എ സ്ക്വയർ μ0 a സ്ക്വയർ ഡിവൈഡ് ബൈ താഴെ ആരാ വരിക? 2 അവിടെ ഉണ്ട്. പിന്നെ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റേസ് ടു 3/2. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ കേസിൽ പഠിക്കാനുള്ളത്. ഇത് നമുക്ക് ഓക്കെ ആണ്. ഇത് ഇത്രയും മതി ഡെറിവേഷൻ. വലിയ ഡെറിവേഷൻ 4 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷെ വളരെ എളുപ്പത്തിൽ 4 സ്റ്റെപ്പിൽ സാറ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ എന്ത് ചെയ്യരുത്. അറ്റ്ലീസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഈ 4 സ്റ്റെപ്പെങ്കിലും എഴുതി വെക്കുക കേട്ടോ. എന്നാൽ നമുക്ക് ഫുൾ മാർക്ക് ഇതിൽ നിന്ന് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. റെഡി? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇനി ഇതിലെ സി ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. സി ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ബി അറ്റ് ദ സെന്റർ ഓഫ് ലൂപ്പ്? ലൂപ്പിന്റെ സെന്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ എത്രയാണെന്നുള്ളതാണ്. അപ്പൊ സെന്റർ എന്ന് പറയുമ്പോൾ ആ കേസിൽ ഈ എക്സ് എന്നുള്ള ഈ ഡിസ്റ്റൻസ്, ഇതായത് ഈ പി എന്നുള്ള പോയിന്റ് സെന്ററിലേക്ക് കൊണ്ടുവരില്ല. അപ്പൊ എക്സ് എത്രയായിരിക്കും? 0. അപ്പൊ ഇതിൽ എക്സ് 0 ആയിട്ട് കൊടുത്താൽ ഓക്കെ. അപ്പൊ ദ സെന്റർ ഓഫ് ദ ലൂപ്പിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അറ്റ് ദ സെന്ററിൽ നമ്മൾ ഇതാ ഇങ്ങനെ എഴുതുക. അറ്റ് ദ സെന്ററിൽ എക്സ് ഇസ് ഈക്വൽ എത്രയാണ്? 0 ആണ്. അപ്പൊ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ് വരിക? μ0 ഡിവൈഡഡ് ബൈ 2a ആണ് വരിക. μ0 ഡിവൈഡഡ് ബൈ 2a. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് ദ ലൂപ്പ്. ഞാൻ കൂടുതൽ
അതിലേക്ക് പോകുന്നില്ല. കാരണം എന്താ ചെയ്തത്, ഈ എക്സ് 0 ആയി, ബാക്കി എന്താ വരിക a², പിന്നെ 3/2, അപ്പൊ സ്ക്വയറും ക്യാൻസൽ ആയി. ഓക്കെ അല്ലേ? അപ്പൊ a³ എന്നു, അപ്പൊ മുകളിൽ a², താഴെ a³, അപ്പൊ ഇത് പോയി താഴെ a മാത്രം വന്നു, μ0i/2a. അത്രയും മതി. ഓക്കെ, മനസ്സിലാവണമെങ്കിൽ മതി, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിരിക്കുക. ഇതാണ് സെന്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ. ഇത് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, മിസ്സാക്കരുത് കേട്ടോ. അങ്ങനെയെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്താൽ ഈ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്തൊരു ചാപ്റ്റർ, അതായത് നമ്മുടെ 5ാം ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് സാർ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ആ ക്വസ്റ്റ്യനും കൂടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പാർട്ടിലായിരിക്കും പിന്നെ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക കേട്ടോ. അതും ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും, അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നോ ടെൻഷൻ, ഒരു 1 ഹവറിനുള്ളിൽ ഞാൻ അതും എന്ത് ചെയ്യുന്നതായിരിക്കും, അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അങ്ങനെയെങ്കിൽ ഈ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാം. A galvanometer is a device which can be used for measuring the value of current and voltage. കറണ്ടിന്റെയും വോൾട്ടേജിന്റെയും വാല്യൂ മെഷർ ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഹൗ വിൽ യു കൺവേർട്ട് ഗാൽവനോമീറ്റർ ഇൻടു അമ്മീറ്റർ ആൻഡ് വോൾട്ട്മീറ്റർ? ഒരു ഗാൽവനോമീറ്ററിനെ എങ്ങനെയാണ് അമ്മീറ്ററും വോൾട്ട്മീറ്ററും ആയിട്ട് മാറ്റുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണല്ലേ. അപ്പൊ ആദ്യം നമ്മൾ ഗാൽവനോമീറ്ററിനെ എന്താക്കി മാറ്റാം, ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്റർ ആക്കി മാറ്റണം, അതേപോലെ അമ്മീറ്റർ ആക്കി മാറ്റണം അല്ലെ. അപ്പൊ ഗാൽവനോമീറ്റർ ടു അമ്മീറ്റർ ആക്കി മാറ്റാം. ഗാൽവനോമീറ്റർ ടു അമ്മീറ്റർ ആക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ കേസ് വരുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം കേട്ടോ. ഓക്കെ അല്ലേ? എടാ ഒരു മിസ് കോൾ വന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കട്ടെ. ഓക്കെ, നമ്മളെ ബാച്ചിൽ പഠിക്കുന്ന കുട്ടിയാണ്, അപ്പോൾ അത് നോക്കിയിട്ടില്ലെങ്കിൽ അത് മോശമാണ്. കാരണം ആ കുട്ടി അത്രയും ഫീസൊക്കെ കൊടുത്ത് പഠിക്കല്ലേ, അപ്പോൾ നമ്മൾ ആ കുട്ടിയെ മൈൻഡ് ആക്കിയില്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യും, ടെൻഷൻ ആവും. ഓക്കെ, അപ്പോൾ ആ കുട്ടിയെ ജസ്റ്റ് എന്താ മെസ്സേജ് അയച്ചെന്നുള്ളത് നോക്കട്ടെ. ഓക്കെ, എന്താ സാറേ വരുന്നതെന്നുള്ളതാണ് നോക്കുന്നത് അല്ലേ. ഓക്കെ, വരുന്നുണ്ട്. സാർ ഈ ക്വസ്റ്റ്യന് വരുമോ, ഗാൽവനോമീറ്ററിൻ്റെ അല്ല, നമ്മുടെ ഇതിൻ്റെ കേസിലുള്ള ക്വസ്റ്റ്യനാണ് കുട്ടി ചോദിച്ചിട്ടുള്ളത്. ഏത് കേസിലുള്ള ക്വസ്റ്റ്യന്, നമ്മുടെ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തേ നമ്മുടെ ബയോസ് അവാർഡ്സ് ലോന്റെ കേസിലുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ആ ചോദ്യം അതെന്തായാലും നിങ്ങൾക്ക് വരുന്നതായിരിക്കും കേട്ടോ, എന്തായാലും എക്സാമിന് വരുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ അത് നീ എന്ത് ചെയ്യേണ്ട, മിസ്സാക്കരുത് കേട്ടോ. അത് നിങ്ങൾ എന്ത് ചെയ്യരുത്, മിസ്സാക്കരുത്. ഓക്കെ ആണ്, റെഡിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. കൺഫ്യൂഷൻ ഇല്ല എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, വിചാരിക്കുന്നു. സെറ്റ് ആണ് എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? റെഡി. എടാ ഒരു മിനിറ്റ്, ഈ കുട്ടികളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. എടാ ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഉള്ള ക്ലാസ് ആടാ. അതായത് നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നേരത്തെ തന്നിട്ടില്ലേ, ആ ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ് തന്നെയാണ് കേട്ടോ. ഞാനത് വേറെ ആർക്കെങ്കിലും ഞാൻ വേറെ ആൾക്ക് അയച്ചതായിരുന്നു, അത് നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾക്ക് വന്നെന്നുള്ളൂ. സോറി കേട്ടോ. ഓക്കെ, റെഡി. ഓക്കെ റെഡി. ഓക്കെ, ഇനി അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കേസിലേക്ക് പോവാം. അതായത് ഏത് കേസാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, നമ്മുടെ ഗാൽവനോമീറ്ററിന്റെ കൺവേർഷന്റെ കേസാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതും കൂടെ കഴിഞ്ഞ് പിന്നെ അടുത്ത ചാപ്റ്ററിൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. അതും കൂടെ കഴിഞ്ഞ് നമ്മൾ ഈ ഒരു വീഡിയോ എന്ത് ചെയ്യുന്നതായിരിക്കും, വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. റെഡി അല്ലേ? നിങ്ങൾ എല്ലാവരും സെറ്റ് ആയിട്ട് ഇരിക്കുകയാണെന്ന് സാറ് വിചാരിക്കുന്നു, പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് സാറിന്റെ നിഗമനം. ഞാൻ എന്റെ മാക്സിമം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, കൺഫ്യൂഷൻ അടിക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കി മാറ്റാം. ഒരു ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കി മാറ്റാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഒരു ഗാൽവനോമീറ്റർ ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ആ ഗാൽവനോമീറ്ററിനെ എന്ത് ചെയ്യുക, അതിന് നമ്മൾ എന്ത് ചെയ്യുക, നേരെ ഇങ്ങോട്ടേക്ക് ഒരു റെസിസ്റ്റർ പാരലൽ ആയിട്ട് കൊടുക്കുക. ആ റെസിസ്റ്റർ ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് പറയാം. അതിന്റെ പേരെന്താണ്, ഷണ്ട് റെസിസ്റ്റൻസ്. അത് വളരെ ലോ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ലോ റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ ആ ഗാൽവനോമീറ്റർ എന്തായിട്ട് മാറും, അമ്മീറ്റർ ആയിട്ട് മാറുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ എന്താ എഴുതേണ്ടത്, എങ്ങനെ ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കി മാറ്റാം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ എഴുതേണ്ടത്, ടു കൺവേർട്ട് ഗാൽവനോമീറ്റർ ഇൻ ടു അമ്മീറ്റർ കണക്ട്, എന്താ ചെയ്യേണ്ടത്, connect a low resistance in parallel to galvanometer. പാരലൽ ആയിട്ട് ഗാൽവനോമീറ്ററിൽ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. ഇൻ പാരലൽ ടു ഗാൽവനോമീറ്ററിന് പാരലൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ലോ റെസിസ്റ്റൻസ് കണക്ട് ചെയ്താൽ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കി മാറ്റാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ പാരലൽ ഈ എസ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ഇഷ്ടംപോലെ തവണ ചോദിക്കാറുണ്ട്. അപ്പൊ ആ ഇക്വേഷൻ കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. എന്താന്ന് വെച്ചാൽ ആ ഇക്വേഷൻ, ഇവിടുത്തെ ഷണ്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എസ് ഇസ് ഈക്വൽ ടു ഐ ജി ഇൻറ്റു ക്യാപിറ്റൽ ജി ഡിവൈഡ് ബൈ ഐ മൈനസ് ഐ ജി ആണ്. ഇതാണ് നമ്മൾ ഇവിടുത്തെ ഷണ്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. അതായത് ഷണ്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഐ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇതിലൂടെ ഒഴുകുന്ന ടോട്ടൽ കറണ്ട് ആണ് ഐ.
ഓക്കെ, ഇതിലൂടെ വരുന്ന ടോട്ടൽ കറണ്ട് ആണ് ആരെന്ന് പറഞ്ഞാൽ ഐ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക. ഓക്കെ, ഇതിലൂടെ വരുന്ന ടോട്ടൽ കറണ്ട് ആണ് ഐ. ഇനി ഗാൽവനോമീറ്ററിലൂടെയുള്ള കറണ്ട് ആണ് ഐ ജി. ഇനി ബാക്കി ഐ മൈനസ് ഐ ജി എന്ന് പറഞ്ഞാൽ ഈ ഷണ്ട് റെസിസ്റ്റൻസിലൂടെയുള്ള കറണ്ട് ആണ്. അതായത് ഈ ടോട്ടലിൽ നിന്ന് ഈ ഐ ജി കുറച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, ഇവിടുത്തെ ഐ മൈനസ് ഐ ജി ബാക്കി കറണ്ട് എത്ര എന്നുള്ളത് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ ആണ്, സെറ്റ് ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. റെഡി? ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്റർ ആക്കി മാറ്റണം. ഓക്കെ, സോറി, ഗാൽവനോമീറ്ററിന് വോൾട്ട് മീറ്റർ ആക്കി മാറ്റാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതാണ് നമ്മൾ അടുത്തായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. ഗാൽവനോമീറ്ററിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു വോൾട്ട് മീറ്റർ ആക്കി മാറ്റുന്നു. ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്റർ ആക്കി മാറ്റുമ്പോൾ എന്താ സാറേ ചെയ്യേണ്ടത് എന്നറിയോ? ഇവിടെ നമ്മളൊരു റെസിസ്റ്റൻസ്, ലോ റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്യുന്നെങ്കിൽ അവിടെ നമ്മളൊരു ഹൈ റെസിസ്റ്റൻസ് എങ്ങനെ കണക്ട് ചെയ്യണം, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. ക്ലിയർ അല്ലേ? അപ്പൊ അതെന്തായിട്ട് മാറും, ഒരു ഗാൽവനോ മീറ്റർ ആയിട്ട് മാറും. അപ്പൊ അതെന്തായിട്ട് മാറും, ഒരു ഗാൽവാനോ മീറ്റർ ആയിട്ട് എന്ത് ചെയ്യുന്നതായിരിക്കും, മാറുന്നതായിരിക്കും. ഇതാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ഒരു കേസിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത് നിങ്ങൾക്ക് ഓക്കെ ആണ്, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ എങ്ങനെയാ സാറ് എഴുതേണ്ടത്, ഗാൽവാനോമീറ്ററിനെ വോൾട്ട് മീറ്റർ ആക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, കണക്ട് എ ഹൈ റെസിസ്റ്റൻസ് ഇൻ പാരലൽ ടു വാട്ട്, സോറി പാരലൽ അല്ല, സീരീസ് അല്ലേ, സോറി പാരലൽ നേരത്തെ അല്ലേ, ഇൻ സീരീസ് ടു ഗാൽവാനോമീറ്ററിന് സീരീസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഹൈ റെസിസ്റ്റൻസ് ചെയ്താൽ കണക്ട് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ആ സീരീസ് ആയിട്ട് ഹൈ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുമ്പോൾ ആ കേസിലുള്ള ഇക്വേഷൻ എന്താ, ഈ ഹൈ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അത് ഭയങ്കര എളുപ്പമാണ്. R ഈസ് ഈക്വൽ ടു, ആ കേസിൽ വരുന്നത് V/IG മൈനസ് G ആയിരിക്കും. ഇതാണ് ആ കേസിൽ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ V എന്ന് പറഞ്ഞാൽ IG എന്ന് പറഞ്ഞാൽ ഗാൽവനോമീറ്ററിലൂടെയുള്ള കറണ്ട് ആണ്. G എന്ന് പറഞ്ഞാൽ ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ്, R എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട റെസിസ്റ്റൻസ്. ഇനി നമുക്ക് ഒരാളുടെ V എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ എക്സ്റ്റേണൽ ആയിട്ട് നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിട്ട് കണക്ട് ചെയ്യില്ലേ, ഇവർ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഇങ്ങനെയും കൂടെ കണക്ട് ചെയ്താൽ സെറ്റ് കേട്ടോ. അപ്പൊ ആ എക്സ്റ്റേണൽ ആയിട്ടുള്ള ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മുടെ V എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആയിട്ടും ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്റർ ആയിട്ടും മാറ്റുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് ഓഫ് എ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ. മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്താണ്, അതിന്റെ വർക്കിംഗ് എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് വരയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വരയ്ക്കാനുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് നിങ്ങൾ എങ്ങനെ വരയ്ക്കേണ്ടതെന്ന് അറിയോ, മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ വരയ്ക്കേണ്ടത് ഇങ്ങനെ, ആദ്യം ഇങ്ങനെ ഒരു രണ്ട് ഷേപ്പ്, ഇങ്ങനെയുള്ള രണ്ട് കോൺകേവ് ഷേപ്പിലായിട്ടുള്ള മാഗ്നറ്റ് ആദ്യം വരയ്ക്കുക. ഓക്കെ, ഇങ്ങനെ മാഗ്നറ്റ്, എന്നിട്ട് ഇതിന്റെ നടുവിൽ എന്ത് ചെയ്യുക, ഒരു സർക്കിൾ അങ്ങോട്ട് വരച്ചോ. ഇതിന് നടുവിൽ സർക്കിൾ വരയ്ക്കുക. ആ സർക്കിളിന്റെ മുകളിലൂടെ 4 പാരലൽ ലൈൻ വരയ്ക്കുക. സർക്കിളിന്റെ മുകളിലൂടെ എന്ത് ചെയ്യുക, 4 പാരലൽ ലൈൻ ഇങ്ങനെ വരയ്ക്കുക. 1 2, ഈ പാരലൽ ലൈനാണ് നമ്മളെ കോയിൽ കേട്ടോ, 4 പാരലൽ ലൈൻ വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് അതിന്റെ അടിയിൽ ഇതിന് താഴേക്കൂടെ ഒരു സ്പ്രിങ് കണക്ട് ചെയ്ത മാതിരി കൂടെ എന്ത് ചെയ്യുക, വരയ്ക്കുക. അതായത് ഇങ്ങനെ വരച്ചാൽ മതി, ഒരു റൗണ്ട് ഇവിടെ ഇങ്ങനെ വരച്ചാൽ മതി. ഓക്കെ, തൽക്കാലം ഇത്രയും, സോറി, ഓക്കെ, ആ റൗണ്ട് ഇങ്ങനെ വരച്ചാൽ മതി. തൽക്കാലം നമ്മൾ ഇത്രയും നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് മനസ്സിലാക്കി. തൽക്കാലം ഇത് മതി. ഇത് നോർത്ത് പോള്, ഇത് സൗത്ത് പോളും ആണ്. ഇനി ഇതിൽ നിന്നൊരു പോയിന്ററും കൂടെ ഉണ്ട്, അതും കൂടെ നിർബന്ധമായിട്ട് വരയ്ക്കണേ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു പോയിന്റർ മാർക്ക് ചെയ്യാനുള്ള ഒരു സാധനം വരയ്ക്കുക. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യും, ഒരു പോയിന്റർ ഇതിലേക്ക് വന്ന് ഇടിക്കുന്നുണ്ട്. ഇത്രയും മതി. ഇതാണ് ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ, ഇതാണ് ഇതിന്റെ പിക്ചർ. ഇത്രയും വരച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല മാർക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇനി വേണമെങ്കിൽ കുറച്ച് സമയമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ എന്ത് ചെയ്യുക, വാല്യൂസ് ഒക്കെ വെറുതെ എന്ത് ചെയ്യുക, അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. റെഡി? ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിൽ ചെയ്യേണ്ടത് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഓക്കെയാണ്, സെറ്റാണ്. അപ്പൊ ഇനി ഇതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ള, ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, ഈ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, ഡിഫ്ലക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറന്റ് ആണ്. ഡിഫ്ലക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറന്റ്. ഇതാണ് ഇതിന്റെ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ. ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ തീറ്റ, എത്രത്തോളമാണ് ഈ നീഡിൽ ഡിഫ്ലക്ട് ചെയ്ത് അങ്ങോട്ട് ഇളകുന്നത്, അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറന്റ് ആണ്. അതായത് ഇതിലൂടെ ഒഴുകുന്ന കറന്റിനനുസരിച്ചിരിക്കും അവിടെയുള്ള ഡിഫ്ലക്ഷൻ എന്നുള്ളതാണ് ഈ കേസിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. ക്ലിയർ അല്ലേ? ഈ പ്രിൻസിപ്പിൾ നമ്മൾ കിട്ടുന്നത്, ഓക്കെ, തൽക്കാലം ഇത്രയും നമുക്ക് പഠിച്ചാൽ മതി. തീറ്റ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ ആണ്, ഡിഫ്ലക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറന്റ് ആണ് എന്നുള്ളതാണ്. റെഡി? ഇനി അതിൽ BC ക്വസ്റ്റിലേക്ക് നോക്കുകയാണ്. അപ്പൊ പിക്ചർ വരച്ച്, ഹെൽപ്പ് വരച്ച്, എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ആൻഡ് വർക്കിംഗ് ഓഫ് എ മൂവിംഗ് കോയിൽ. ഓക്കെ, വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ വർക്കിംഗ് തൽക്കാലം എത്രയും മതി. ഇനി C ക്വസ്റ്റ്യൻ, ഡിഫൈൻ കറണ്ട് സെൻസിറ്റിവിറ്റി ആൻഡ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. കറണ്ട് സെൻസിറ്റിവിറ്റിയും വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയും എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം കേട്ടോ. ഓക്കെ, അതാണ് നമ്മൾ അടുത്തായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ
കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ കറണ്ട് പെർ യൂണിറ്റ് അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് കറണ്ട് ആണ് കറണ്ട് സെൻസിറ്റിവിറ്റി. എന്താണ്? ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് കറണ്ട്. ഒരു ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് കറണ്ട് ആണ് നമ്മുടെ കറണ്ട് സെൻസിറ്റിവിറ്റി. അതായത് ഡിഫ്ലക്ഷൻ ആണ് തീറ്റ അല്ലേ, പെർ യൂണിറ്റ് പറയുമ്പോൾ തീറ്റ ബൈ ഐ. എന്തായിരിക്കും അതിന്റെ ഇക്വേഷൻ വരിക എന്നറിയോ? തീറ്റ ബൈ ഐയുടെ ഇക്വേഷൻ വരുന്നത് NAB/C ആണ്. ആരാണ് വരുന്നത്? NAB/C അല്ലെങ്കിൽ K. അത് നമ്മളെ ടോർഷണൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഏതായാലും കുഴപ്പമില്ല, തൽക്കാലം NAB/K എന്നെടുക്കാം. ഇതാണ് നമ്മുടെ കറണ്ട് സെൻസിറ്റിവിറ്റിയുടെ ഇക്വേഷൻ. ഈ കറണ്ട് സെൻസിറ്റിവിറ്റി എങ്ങനെയൊക്കെ ഇൻക്രീസ് ചെയ്യാന്ന് ചോദ്യം ചോദിക്കാറുണ്ട്. തീറ്റ ബൈ ഐ ക്യാൻ ബി ഇൻക്രീസ്ഡ്. എങ്ങനെയൊക്കെയാണ് ഇത് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റുക? ഇവിടെയുള്ള N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്താൽ പോലെ ഒന്നാമത് N ഇൻക്രീസ് ചെയ്യുക. N ഇൻക്രീസ് ചെയ്താൽ ഇൻക്രീസ് ചെയ്യും. പിന്നെ A ഇൻക്രീസ് ചെയ്യുക, ഏരിയ ഇൻക്രീസ് ചെയ്താൽ പറ്റും. B ഇൻക്രീസ് ചെയ്താലും നമ്മൾ എന്ത് ചെയ്യും? ഇത് കൂടുന്നതായിരിക്കും. അതേപോലെ K എന്ത് ചെയ്താൽ ഡിക്രീസ് ചെയ്താലും നമ്മൾ എന്ത് ചെയ്യും? കറണ്ട് സെൻസിറ്റിവിറ്റി കൂട്ടാൻ വേണ്ടി പറ്റും. ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. ഇനി അങ്ങനെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയോ സാറേ അതെന്താന്നുള്ളത് നോക്കണേ. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. ഓക്കെ, വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. അപ്പൊ കറണ്ട് സെൻസിറ്റിവിറ്റി പറഞ്ഞാൽ ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് കറണ്ട് ആകുമ്പോൾ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്തായിരിക്കും? ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് വോൾട്ടേജ്. അത്രയേ ഉള്ളൂ. ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് വോൾട്ടേജ്. ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് വോൾട്ടേജ് ആണ്. അതായത് തീറ്റ ബൈ വി ആണ് വരുന്നത്. അപ്പൊ എന്താണ് തീറ്റ ബൈ വിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ NAB/KR എന്ന് വരും. KR എന്ന് വരും. അപ്പൊ ഇതാണ് നമ്മുടെ എന്തിന്റെ വോൾട്ടേജ്. അപ്പൊ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എങ്ങനെയൊക്കെ ഇൻക്രീസ് ചെയ്യാം? തീറ്റ ബൈ വി ക്യാൻ ബി ഇൻക്രീസ്ഡ്. ഇതെങ്ങനെയൊക്കെയാണ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യം കൂടെ ഞാൻ പറയാണ്. അതിൽ ഈ N-ഉം R-ഉം വേണ്ട, ബാക്കിയുള്ള A, B കൂട്ടാം, അതുപോലെ K ഇൻക്രീസ് ചെയ്യാം. A ആൻഡ് B ഇൻക്രീസ് ചെയ്താൽ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി കൂടും, അതുപോലെ K ഡിക്രീസ് ചെയ്താലും വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ത് ചെയ്യും? കൂടുന്നതായിരിക്കും. ഇത്രയാണ് ഈ ഒരു കേസിൽ എനിക്ക് എന്ത് ചെയ്യാനുള്ളത്, നിങ്ങളോട് പറയാനുള്ളത്. ഇത് നിങ്ങൾക്ക് ഓക്കെ ആണ്, സെറ്റ് ആണ് എന്ന് സാർ എന്ത് ചെയ്യുന്നു? വിചാരിക്കുന്നു. ഒരു കൺഫ്യൂഷനും ഇല്ല എന്നും സാർ എന്ത് ചെയ്യുന്നു? വിചാരിക്കുന്നു കേട്ടോ. റെഡി? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. അപ്പൊ ഇതിന്റെ എയും ബിയും സിയും നമ്മൾ പറഞ്ഞു കേട്ടോ. A പറഞ്ഞു, B പറഞ്ഞു, സിയും നമ്മൾ പറഞ്ഞു. ഓക്കെ, അതിന്റെ ഇക്വേഷനും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. ഇനി നമ്മൾ ഏറ്റവും അവസാനം ഈ വീഡിയോയിൽ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മാഗ്നറ്റിക്സ് ആൻഡ് മാറ്ററിന്റെ ക്വസ്റ്റ്യൻ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ സാറേ ബാക്കിയുള്ളത് 1 മണിക്കൂർ കൊണ്ട് കഴിയും? തീർച്ചയായും കഴിയും. കാരണം എന്താണ്? ഇപ്പോഴുള്ള ഈ 4 ചാപ്റ്ററാണ് കൂടുതൽ ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമുക്ക് വരുന്ന ഏറ്റവും കൂടുതൽ ഡെറിവേഷൻ വരുന്ന ഒരൊറ്റ ചാപ്റ്റർ ഉള്ളൂ, റയോട്ടീസ്. അത് നമ്മൾ പെട്ടെന്ന് തീർക്കുന്നതായിരിക്കും കേട്ടോ. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന് വളരെ സിമ്പിൾ ഡെഫിനേഷൻ ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ദ എക്സ്പ്രഷൻ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഇസിക്കലി 0 അതെന്താണ്? ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം ആണ്. ഏതാണ്? ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം ആണ് എന്ത്? ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഇസിക്കലി 0. ചിലപ്പോൾ അതിന്റെ ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്, അതൊന്ന് നമുക്ക് നോക്കി നോക്കാം അല്ലെ. എ ക്വസ്റ്റ്യൻ, ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം. ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് loop is 0. അത്രേ ഉള്ളൂ. The total magnetic flux over a closed loop. ഒരു ക്ലോസ്ഡ് ലൂപ്പിലൂടെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലേ, അത് എത്രയാണ്? 0 ആണ്. ഓവർ എ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് 0. ഇതാണ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം. ദാറ്റ് ഈസ് എന്താ പറയുന്നത്? ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു 0. ഇതല്ലേ ചില ആൾക്കാർ ഇങ്ങനെ പറയട്ടോ, ഇന്റഗ്രൽ സിഗ്മ ബി ഡോട്ട് ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. റെഡി? ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ബിഹേവിയർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നിയർ ടു മാഗ്നറ്റിക് സബ്സ്റ്റൻസ് പി ആൻഡ് ക്യു ആർ ഷോൺ ബിലോ. ഫ്രം ദ ഫിഗർ ഐഡന്റിഫൈ പാരാമാഗ്നറ്റിക്. ഇതിൽ പാരാമാഗ്നറ്റിക് ഏതാണ്? സസെപ്റ്റിബിലിറ്റി പി നെഗറ്റീവ് ആയിട്ടുള്ള ഏതാണ്? അപ്പോൾ നമ്മൾ ആ 3 സാധനങ്ങൾ ഉണ്ടല്ലോ, 3 മെറ്റീരിയൽ, അവരെ കുറിച്ച് ചെറിയൊരു ഐഡിയ നമുക്ക് വേണം. കാരണം അതിനാണ് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അവർ തമ്മിൽ ഡിഫറൻസ് ആയിരിക്കും കൂടുതൽ ചോദിക്കുക. അത് നമ്മൾ 3 പോയിന്റുകൾ ഞാൻ റിപ്പൽഷൻ ആയിട്ട് അതിൻ്റെ പറഞ്ഞിട്ടോ. അപ്പോൾ നിങ്ങൾ ഓർഡർ ഇങ്ങനെ തന്നെ പഠിക്കുക. ആദ്യം ഡയാമാഗ്നറ്റിക്. 3 ആൾക്കാർ ആരൊക്കെയാണ്? ഡയാമാഗ്നറ്റിക്, പിന്നെ ആരുള്ളത്? പാരാമാഗ്നറ്റിക് ഉണ്ടാവും, പിന്നെ ഫെറോ മാഗ്നറ്റിക് ഉണ്ടാവും അല്ലെ. അപ്പൊ ഓക്കെ, ഇതാണ് പാരാമാഗ്നറ്റിക്. ഈ ഓർഡറിൽ തന്നെ നിങ്ങൾ നോക്കിയിരിക്കുക കേട്ടോ, കാരണം ആ ഓർഡറിലാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. then അടുത്ത് ഫെറോ മാഗ്നറ്റിക്സം. ക്ലിയർലേ? ഇങ്ങനെയുള്ളത്. അങ്ങനെ ഇതിൽ ഇക്വേഷൻ ഫസ്റ്റ് കേസ് വീക്ക്ലി റിപ്പൽഡ് ആണ് എഴുതാം. ഇവൻ എന്താണ്? വീക്ക്ലി റിപ്പൽഡ് ടു മാഗ്നറ്റിക് ഫീൽഡ്. ഇവൻ എന്താണ്? വീക്ക്ലി
അട്രാക്റ്റഡ് ടു മാഗ്നറ്റിക് ഫീൽഡ് ആണ്. വീക്ക്ലി അട്രാക്റ്റഡ് ടു മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഇവൻ എന്താണ്? സ്ട്രോങ്ലി അട്രാക്റ്റഡ് ടു മാഗ്നറ്റിക് ഫീൽഡ് ആണ്. സ്ട്രോങ്ലി അട്രാക്റ്റഡ് ടു മാഗ്നറ്റിക്. അപ്പൊ ആ കണക്ഷൻ കിട്ടിയാൽ നമുക്ക് വേഗം പഠിക്കാൻ വേണ്ടി പറ്റും. ഇനി ഇവരുടെ പിക്ചർ നമ്മൾ വരയ്ക്കാൻ വേണ്ടി പോവാണ്. ഇവരെങ്ങനെയാണ്? അതായത് ഒന്ന് വീക്ക്ലി റിപ്പൽഡ് ആണ്, ഒന്ന് സ്ട്രോങ്ലി അട്രാക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഈ പിക്ചർ അത് വെച്ചിട്ട് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. ഇവൻ വീക്ക്ലി റിപ്പൽഡ് എന്ന് പറഞ്ഞാൽ ഒരാളെ പോലും ചെയ്യുന്നില്ല, ഇവൻ അട്രാക്ട് ചെയ്യുന്നില്ല. അപ്പൊ ഇവന്റെ ഉള്ള ഇതിലൂടെ കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഒക്കെ എങ്ങനെ പോകാതെ പുറത്തു കൂടെ പോവാം. ഓക്കെ, ഒറ്റൊന്നും ഉള്ളിലൂടെ പോകില്ല. ഇനി ഇവിടെയാണെങ്കിൽ കുറച്ചെണ്ണം എന്ത് ചെയ്യും? ഉള്ളിലൂടെ ഇങ്ങനെ കടന്നു പോകും. ഓക്കെ അല്ലേ? ബാക്കി ഇനി ഫെറോ മാഗ്നറ്റിക്സ് ആണെങ്കിൽ കൂടുതൽ എണ്ണം മാഗ്നറ്റിക് ഫീൽഡ്സ് ഉള്ളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് ഫെറോ മാഗ്നറ്റിക്സ് ആണ്. ഓക്കെ അല്ലേ? അത് ഫെറോ മാഗ്നറ്റിക്സ് ആണ്. അപ്പൊ ഇതാണ് ഇവരുടെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ. ഇനി മൂന്നാമത്തെ പോയിന്റ്, ഇനി ഇവരുടെ കേസ് നമുക്ക് ഇവർ തമ്മിലുള്ള റിലേഷൻ അറിയില്ല. ആരൊക്കെ തമ്മിലുള്ള റിലേഷൻ ആണ്? ഒരു കേസിലുള്ള റിലേഷൻ ഉണ്ട്. റിലേഷൻ ബിറ്റ്വീൻ പെർമിയബിലിറ്റി, അതായത് മാഗ്നറ്റിക് റിലേറ്റീവ് പെർമിയബിലിറ്റിയും അതേപോലെ റിലേറ്റീവ് പെർമിയബിലിറ്റി ആൻഡ് സസെപ്റ്റിബിലിറ്റി, ഇവർ തമ്മിലുള്ള റിലേഷൻ നിങ്ങൾക്ക് അറിയില്ലേ? എന്തായിരുന്നു ആ റിലേഷൻ? സസെപ്റ്റിബിലിറ്റി. അത് 1 മാർക്ക് ചോദിക്കാൻ ചാൻസ് ഇല്ല. എന്താണ്? ദാറ്റ് ഈസ് μr ഈസ് ഈക്വൽ ടു 1 + chi ആണ്. 1 + chi ഈസ് ഈക്വൽ ടു μr. ഇതാണ് ആ റിലേഷൻ. μr എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പെർമിയബിലിറ്റി, chi എന്ന് പറഞ്ഞാൽ നമ്മുടെ സസെപ്റ്റിബിലിറ്റിയുമാണ്. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ അടുത്തായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. μr ഈസ് ഈക്വൽ ടു 1 + chi യുടെ കേസാണ് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ കേസിൽ ഫസ്റ്റത്തെ കേസിൽ ഡയാമാഗ്നറ്റിസത്തിന്റെ കേസിൽ കൈ എന്നുള്ളത് എന്താണ്? ഓക്കെ, കൈ എന്ന് പറഞ്ഞാൽ സസെപ്റ്റിബിലിറ്റി ഉണ്ടല്ലോ. ആ കൈ എന്ന് പറഞ്ഞാൽ <0 ആൻഡ് നെഗറ്റീവ് ആണ് വരുന്നത്. അപ്പൊ <0 ആകുമ്പോൾ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി ഇവന്റെ കേസിലോ കൈ <0 ആണ്, സ്മോൾ ആണ്. ഓക്കെ, കാരണം പോസിറ്റീവ് ആയി, കാരണം ഇവിടെ നെഗറ്റീവ് ആണ് ആൻഡ് സ്മോൾ, 3 പോയിന്റ് ആൻഡ് സ്മോൾ ആണെന്ന് എഴുതുക. ഇവിടെ എന്താണ്? കൈ <0 ആകുമ്പോൾ പോസിറ്റീവ് വാല്യൂ ആണ്, അത് സ്മോൾ ആണ്. ഇനി ഇവന്റെ കേസിലോ കൈ <1 ആണ് വരുന്നത്. അപ്പൊ അത് പോസിറ്റീവ് ആണ്, ലാർജ് വാല്യൂ വരുന്നത്. പോസിറ്റീവ് ആണ്, ലാർജ് വാല്യൂ. ഇനി അടുത്ത മ്യൂആറിന്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, മ്യൂആറിന്റെ കേസ് ഞാൻ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ കൈ 0ലേക്കാണ് കുറവാണെങ്കിൽ μr < എന്തായിരിക്കും? 0 ആയിരിക്കും. അല്ലെങ്കിൽ എന്തായിരിക്കും? 1 ആയിരിക്കും അവിടെ വരുന്നത്. <1 ആയിരിക്കും അവിടെ വരിക, μr വരിക. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് ഇവിടെ <0 അല്ല, അപ്പൊ μr <1. ഇനി ഇവിടുത്തെ കേസിലോ കൈ വെരി <1 അല്ലേ, μr വെരി <1 ആണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി 1-2 എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. ഫെറോമാഗ്നറ്റിക് എക്സാമ്പിളാണ് നമ്മൾ പറയുന്ന അയേൺ, കോബാൾട്ട്, നിക്കൽ ഇവനൊക്കെ ഇവന്റെ എക്സാമ്പിൾ ആണ്. പാരാമാഗ്നറ്റിക്സ് എക്സാമ്പിൾ ആണ് ആര്? നമ്മുടെ അലൂമിനിയം ഒക്കെ എന്താണ്? പാരാമാഗ്നറ്റിക്സിന്റെ എക്സാമ്പിൾ ആണ്. ഇനി ഇവന്റെ കേസിലുള്ള എക്സാമ്പിൾ നമ്മൾ പറയുമ്പോൾ കാൽഷ്യം. ഓക്കെ, കാൽഷ്യം ആണോ? കാൽഷ്യം ഇതിലായിരിക്കും വരില്ല. കാൽഷ്യം ഇതിലായിരിക്കും വരുന്നത്. ഓക്കെ, ഡയാമാഗ്നറ്റിക്സ്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ കേസിൽ അപ്പൊ പഠിക്കാനുള്ളത്. അപ്പൊ ഇനി ഈ പിക്ചർ നോക്കാം. ഇതിൽ പാരാമാഗ്നറ്റിക്സ് ഏതാണ്, ഡയാമാഗ്നറ്റിക്സ് ഏതാണെന്ന് ചോദിച്ചു. പാരാമാഗ്നറ്റിക് ഏതാണ്? ഇത് ഏതായിരിക്കും? പുറത്തു കൂടെ അല്ലേ, അപ്പൊ അത് ഡയാമാഗ്നറ്റിസം ആണ്. ഇതായിരിക്കും ഇവിടുത്തെ കേസിൽ പാരാമാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ. ക്ലിയർ? സബ്സ്റ്റൻസ് പി. ഓക്കെ, പി എന്നുള്ള സബ്സ്റ്റൻസിന്റെ സസെപ്റ്റിബിലിറ്റി എത്രയെന്ന്, അതായത് അത് ഡയാമാഗ്നറ്റിക് അല്ലേ, അത് <1 ആണ്, <0 ആണ്, അത് നെഗറ്റീവ് ആണ് വരുന്നത്. എന്താ വരുന്നത്? നെഗറ്റീവ് ആണ് വരുന്നത്. അപ്പൊ ഈ കേസിൽ ഈ ഒരു കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചിരിക്കുക കേട്ടോ. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത പാർട്ട് വീഡിയോ ആയിട്ട് സാർ എന്ത് ചെയ്യുന്നതായിരിക്കും? ചെയ്യുന്നതായിരിക്കും. അപ്പൊ സ്റ്റേ ട്യൂൺഡ്. ആരും എന്ത് ചെയ്യരുത്, ഒരു കാര്യം പോലും മിസ്സാക്കരുത്. നമ്മൾ ഇത് സെറ്റ് ആക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്? ഇത് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഒരു ഗുഡ് ബൈ.